ബിവറേജിന് വേണ്ടി തുറക്കാൻ വേണ്ടി കാത്തിട്ട് വെഞ്ഞാറം മുടിച്ച സീനൊക്കെ ഇല്ല. അതേപോലെ ആൾക്കാർ ഒരുപാട് കാലം ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. കുറെ നാൾ കഴിയുമ്പോഴേക്കും പിള്ളേരെ ചവിട്ടും തൊഴിലിട്ട് ജീവിക്കണേക്കാളും നല്ലത് നേരത്തെ പരിപാടി തീർത്താൽ മേൽപോട്ട് പോകണം. നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരെ ബിസിനസ്സിലോട്ട് കയറാൻ സമ്മതിക്കാത്ത ഒരു സാധനമാണ് EMI. So where do you spend your most of your money now? എൻ്റെ മോസ്റ്റ് ഓഫ് മണി ഞാനിപ്പോൾ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സുകാരനാണ് ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ നിങ്ങൾ അടുക്കൻ ചിട്ടയോടുകൂടി പോകുക. എനിക്കത് അടുക്കൻ ചിട്ട ഉണ്ടായിരുന്നു. കാരണം അടുക്കൻ ചിട്ട വെക്കാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. പണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനു ഭാരം കൊടുക്കണേ, ഒരു വീട് വാങ്ങിച്ച് EMI അടച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അത് ഈ സ്വന്തം വീട്ടിൽ കിടക്കാനാ പറഞ്ഞേ. പുതിയതായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, റെസ്റ്റോറൻറ്റ് ഒരു 2 വയസ്സുള്ളൊരു കുഞ്ഞാണ്, അത് വളരില്ല. നമ്മൾ മാർക്കറ്റിൽ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് കപ്പിൾസ് ചായ, ബൺമസ്ക, അവരെന്താ സെല് ചെയ്യണം? മൈസൂർ ഇഡ്ഡലി ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്തത്? ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നു. എൻ്റെ അടുത്ത പ്രൊജക്റ്റ് ഞാൻ താസാത്ത് ഇന്ത്യയിൽ എങ്ങനെ ഫുഡ് കൊടുക്കുന്നു അതേപോലത്തെ ഫുഡ് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. സന്ദീപ് നീതു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ CEO എന്നല്ലെങ്കിൽ പറയാമെന്നല്ലാതെ യഥാർത്ഥ കോർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫുകൾ തന്നെ. എന്നെ കൊണ്ടോ ഇതിനെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സ്റ്റാഫിനെയും സ്നേഹിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സ്റ്റാഫുകളെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരണയോട് ചെയ്യുന്ന സ്റ്റാഫുകളെ, കുറച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന സ്റ്റാഫുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ല സാലറി കൊടുക്കാം. അഭിനയിക്കുന്നവരുണ്ടാവും. ചേട്ടാ, എന്തുമാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ മൈസൂർ രാമൻ ഇഡ്ഡലിയെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈക്കൊച്ചീറ്റ. ഫസ്റ്റ് സോഷ്യൽ മീഡിയ ചെയ്തത് ഈക്കൊച്ചീറ്റ. അത് വിളിച്ചിട്ടാണോ അതോ? ഇല്ല, ഫ്രീ ആയിട്ടൊന്നും ചെയ്തത്. അത് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, ഫ്രീ ആയിട്ടൊന്നും ചെയ്തു. ഇത് ചെയ്തിട്ട് ഞാൻ 3 ദിവസം കട അടച്ചിട്ടോ. പറ്റിയില്ല. പാലാലോട്ടപ്പത്തെ ആൾക്കാരാ. ആദ്യത്തെ ദിവസം വീഡിയോ ഇട്ട് അന്ന് വൈകിട്ട് ഒരു തിരക്ക് വന്നു. കൊള്ളാം. പിറ്റേ ദിവസം 6 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ 10-40 പേരോളം 40 പേരോളം ഉണ്ട് കടയുടെ ഫ്രണ്ടിൽ. ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ട് ഇങ്ങനെ നിൽക്കണം. ഈ ചില സിനിമയിൽ ബീവറേജിന് വേണ്ടി തുറക്കാൻ വേണ്ടി കാത്തിട്ട് വെഞ്ഞാറം മുടിച്ച സീനൊക്കെ ഇല്ല. അതേപോലെ ആൾക്കാർ ഇങ്ങനെ നിൽക്കണേ. അപ്പൊ ഞാൻ വൈകി നിർത്തി തുറക്ക്, എന്നെ കണ്ടപ്പോ തുറക്ക്. ഞാൻ ചേട്ടൻ മാവൊക്കെ ഇട്ട് വന്ന 6-7 മണിക്ക് കട തുറക്കണേ. അത് തുടങ്ങി ഒരു 1 hour ഫുഡ് തീർന്നു. കംപ്ലീറ്റ് ഫുഡ് തീർന്നു. അത് സോഷ്യൽ മീഡിയ പവറാണ്. അത് കഴിഞ്ഞ് അപ്പൊ വൈകിട്ടത്തേക്ക് വേറെ പാവട്ടെ. അത് 4 മണിക്ക് ഉറക്കുമായിരുന്നു, 3:30 ഉറക്കുമായിരുന്നു. അതിന് 5 മണിയാകുമ്പോൾ തീർന്നു. അതായത് രാവിലെ വൈകിട്ടൊക്കെ ആൾക്കാർ അവിടെ ഉണ്ട്, 5-6 ഉണ്ട്. പിന്നീട് വൈകിട്ട് വന്നവരൊക്കെ ചീത്ത വിളിയാണ്. ഫുഡ് ഉണ്ടാക്കാത്തതാണ് അത് നോക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ക്യൂ ആണ് അവിടെ. നമുക്ക് ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റണില്ല. അതനുസരിച്ച് തിരക്കാണ്. ഇത് എനിക്ക് തോന്നുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ സമയത്തുള്ള ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇഡ്ഡലി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നു, പൈസ വാങ്ങിക്കാൻ സമയമില്ല, ചെറിയ കടയല്ലേ. അങ്ങ് പോയി വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ നോക്കുമ്പോൾ സെയിം ക്യൂ അവിടെ ഉണ്ട്. രാവിലെ ഞങ്ങൾ ഉച്ചയോടുകൂടി കട ക്ലോസ് ചെയ്തു. കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊരു 3 ദിവസം കട അടച്ചിട്ടതിന് ശേഷമാണ് 4-ാം ദിവസമാണ് നമ്മൾ നല്ല രീതിയിൽ ബാക്കപ്പ് ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയ സംഭവം. അത് ഇത് ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എന്ത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് പ്രൊഡക്റ്റ് എന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. പണ്ട് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. ഇന്ന് ആരും മൗത്ത് പബ്ലിസിറ്റി ഉണ്ടോ? ട്രെയിനിൽ കയറി ആരും സംസാരിക്കും, അങ്ങോട്ടും ഇല്ല, മൊബൈൽ വഴിയുള്ളൂ. അപ്പോൾ
എന്ത് ബിസിനസ് ചെയ്താലും അത് മാർക്കറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകരുത്. കസ്റ്റമർ ഈ സാധനം അറിയാതെ ചേരുക. ഇപ്പൊ പൊടി ബട്ടർ ഇഡ്ഡലി അവിടെ ഉണ്ട്, ഇതറിയാതെ ഒരാൾ പോയി കഴിക്കുവാണ്. അല്ലെങ്കിൽ ചില്ലി ചീസ് ടൊമാറ്റോ ദോശ അവിടെ ഉണ്ട്, കേരളത്തിൽ ആ ദോശ വേറെ എങ്ങും കൊടുക്കണില്ല, നമ്മളതിന് കൊടുക്കുന്നത്. ആ ദോശ അവിടെ ഇട്ട് അറിയാൻ പാടില്ലെങ്കിൽ കഴിക്കൂ. അപ്പോൾ ഉള്ള സാധനം അറിയിക്കുക എന്നുള്ളതിന് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അത് യൂസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇനി കുറച്ച് നമുക്ക് പേഴ്സണൽ കാര്യത്തിലൂടെ റാപ്പിഡ് ഫയർ പോലെ. ചേട്ടൻ നമ്മുടെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടുതലൊന്നും ഉപയോഗിക്കുന്നില്ല, ഫ്രീസറില്ല, ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ്, ബേക്കിംഗ് പൗഡർ, കുക്കിംഗ് സോഡ, ഡാൽഡ, പാം ഓയിൽ, MSG, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അജിനോമോട്ടോ, ഫുഡ് കളർ, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇതെല്ലാം അറിയാം. എന്നാൽ പോലും ചേട്ടന് ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങൾ കാണുമല്ലോ. ലൈക്ക് എനിക്ക് കാണാം ബിരിയാണി, ചിലയിടത്ത് നമുക്ക് ഇഷ്ടമാണ്, നമുക്കറിയാം ഇവിടുത്തേനകത്ത് അവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ട്, എന്നാലും പോയി കഴിക്കാൻ തോന്നുന്ന ഒരു ഭക്ഷണത്തിനെ പറ്റി പറയാം. ബിരിയാണിയാണ്. ഓക്കെ, എവിടത്തെയാണ്? അതിപ്പോ ഞാൻ അവിടത്തെ നിന്ന് ഒരു കടയുടെ പേര് പറഞ്ഞാൽ അവരെന്തോ ചേർക്കുന്നു പറയില്ലേ, പറയില്ലേ? ഞാനത് പറയണം. ഞാൻ ആ കടയിലെ വെറുതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡ്ഡലി ബിരിയാണി കിട്ടുന്ന സ്ഥലം ഞാൻ വെറുതെ പറഞ്ഞ് നശിപ്പിക്കണോ? ചിലപ്പോ അവരൊന്നും ഇടില്ലായിരിക്കാം. ഇപ്പൊ ഈ ഞാൻ കഴിച്ചേക്കണേൽ ഈ പറഞ്ഞ ഒന്നുമില്ലാത്തൊരു സ്ഥലം ഗ്യാരണ്ടി കിട്ടുന്നത് നമ്മുടെ ബിരിയാണി സ്റ്റോറിലെ ബിരിയാണിയാണ്. ബിരിയാണി സ്റ്റോർ ശ്രീജിത്തിന്റെ ഓണർ. അത് ബഡ്ഡിങ് ടൈം തുടങ്ങി എനിക്കറിയാം. ഒരുപാട് IT റോഷനാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരാണ് ഒറ്റക്ക് തന്നെ. അതൊക്കെയാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യം. അത് എത്ര പരാജയപ്പെട്ടിട്ടും അവൻ അച്ചീവ് ചെയ്യുന്നുള്ള. ഇവിടെ വീട്ടിലാണ് തുടങ്ങിയത്, ഒറ്റക്ക് തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ. ഒരു സ്റ്റാഫും വൈഫ് കട്ടൊക്കെ കൂടെ ഉണ്ട്. അപ്പം ഇത് തുടങ്ങി അത് കഴിഞ്ഞ് ഒരു മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി അറിഞ്ഞ ആൾക്കാർ. ഞാൻ അന്ന് ദൊണ്ണെ ബിരിയാണിയായിരുന്നു എനിക്കിഷ്ടം. ബാംഗ്ലൂർ ദൊണ്ണെ ബിരിയാണിയായിരുന്നു. ഞാൻ ഈ അടുത്താണ് അവരുടെ മട്ടൺ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ബെസ്റ്റ് മട്ടൺ. അത് ഇതൊരു ഡാൽഡ ഇല്ല, അജിനോമോട്ടോ ഒന്നുമില്ല. അത് നമുക്ക് ഫ്രഷ് നല്ല ബിരിയാണി കഴിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇത് ബിരിയാണി സ്റ്റോർ തന്നെയാണ്. വേറെയും ബിരിയാണികളുണ്ട്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഞാൻ പറഞ്ഞ മറ്റേ കെമിക്കൽ ഇടുന്ന കടകളൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഫ്രഷ് നല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ല ബിരിയാണി കിട്ടുന്ന 3-4 കടകളിൽ ഒരു ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന കട. എന്നാൽ ബാക്കിയുള്ള കടയിലെ ബിരിയാണി മോശമാണെന്നല്ല പറഞ്ഞത്. ഈ ബിരിയാണി നല്ല ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണിയാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇനി ഇഡ്ഡലി പേഴ്സൺ ഓർ ദോശ പേഴ്സൺ? ഞാൻ ദോശ പേഴ്സൺ ആയിരുന്നു. ഇപ്പൊ ഇഡ്ഡലിയാണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി കഴിച്ചതിന് മുന്നേ ഞാൻ നല്ല മസാല ദോശ പ്രേമിക്കുമ്പോൾ ബാംഗ്ലൂർ താസാത്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ അന്ന് 2016 15 ഒരു മസാല ദോശക്ക് 15 രൂപ. ഇവിടെ 15 രൂപ. ഇന്ന് 25 രൂപ. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 25 രൂപ മസാല ദോശ അവിടെ. ചെറിയ മസാല ദോശയാണ്. ഗീയൊക്കെ ഇടുന്ന കാണുമ്പോൾ സങ്കടം വരും. സ്പൂൺ ഇട്ടിട്ട് മുട്ടും. സ്പൂൺ ഇങ്ങനെ ഇട്ടല്ല മുക്കണത്, സ്പൂൺ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് മുട്ടിക്കും. പക്ഷേ ആ 25 രൂപയുടെ മസാല ദോശ കഴിക്കാൻ 1000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. അതാ ടേസ്റ്റ്. അപ്പൊ മസാല ദോശ പ്രിയനാണ് ഞാൻ. പക്ഷെ ഇഡ്ഡലിക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ എനിക്ക് മസാല ദോശ എടുക്കണം കൂടുതൽ ഇഷ്ടം. നല്ല ബട്ടർ ഇഡ്ഡലിയും പൊടി ബട്ടർ ഇഡ്ഡലിയാണ്. ഞാനത് ഇടക്കിടക്ക് കഴിക്കുന്ന വ്യക്തിയാണ്. രാവിലെ ആയാലും വൈകിട്ടായാലും എപ്പോൾ കിട്ടിയാലും എനിക്ക് ഇഡ്ഡലി ഓക്കെയാണ്. ചൂടോട് കിട്ടണം മാത്രമേ. ഓക്കെ, ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ബാംഗ്ലൂരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെജ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നമ്മുടെ രാമേശ്വരം കഫേ പോലെയൊക്കെ, അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് ഏതാ? എനിക്ക് താസാത്തിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഒന്ന് CTR, സെൻട്രൽ ടിഫിൻ സെന്റർ. ഓക്കെ, പിന്നെ രാമേശ്വരം കഫേ ഓവർ ഹൈപ്ഡ് ആണോ? രാമേശ്വരം കഫേ ഓവർ ഹൈപ്ഡ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ രാമേശ്വരം കഫേക്ക് മുന്നേ മൈസൂർ രാമനിഡ്ഡലി സ്റ്റാർട്ട് ചെയ്തതാണ്. മൈസൂർ രാമനിഡ്ഡലിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് രാമേശ്വരം കഫേ സ്റ്റാർട്ട് ചെയ്തത്. രാമേശ്വരം കഫേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നീ അവിടെ പോയി പേര് മാറ്റി തുടങ്ങിയ എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ കടയല്ല. രാമേശ്വരം കഫേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സിസ്റ്റമാണ്. നല്ല രസം അത് കാണാൻ. അത് ഭയങ്കര ടാലന്റഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് അവർക്ക് ബാങ്കിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ പോയി അവരാ ചെയ്യുന്ന പ്രോസസ് കാണാൻ തന്നെ നല്ല രസമാണ്. എല്ലാം ഹൈ ക്വാളിറ്റി സാധനം, നല്ല പ്രോപ്പർ ട്രെയിൻഡ് സ്റ്റാഫുകൾ, നല്ല രീതിയിലുള്ള പെരുമാറ്റം.
ഹൈജീനിക് ഒരു വലിയ ഘടകമാണ്. അത് നമുക്ക് അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അറിയാം. ഞാൻ അവിടുത്തെ ബെണ്ണേ ദോശ കഴിച്ചു, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ബെണ്ണേ ദോശനേക്കാൾ കൂടുതൽ അവിടുത്തെ ഇഷ്ടപ്പെട്ടത് നീരിഡ്ഡലി. നീരിഡ്ഡലി വളരെ അടിപൊളിയായിരുന്നു. എനിക്ക് പൊടി ഇഡ്ഡലി അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. എന്റെ മാത്രം ഇതായിരിക്കും, കാരണം നമ്മുടെ ഇവിടെ നല്ല പൊടി. എനിക്ക് പക്ഷേ അവരുടെ മസാലക്കകത്ത് എന്തോ ഒരു ടേസ്റ്റിംഗ് ഏജന്റ് ചേർക്കുന്നത് വൈറ്റ് കളറിലിരിക്കും. വൈറ്റ് കളർ എന്താ സംഭവം എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഓക്കെയാണ്. നല്ല രസമുണ്ട്, അത് ഭയങ്കര ചട്ടപ്പട്ടായിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൺസിസ്റ്റൻസി നോക്കാം. അതിങ്ങനെ ജസ്റ്റ് അതിങ്ങനെ ക്രഷ് ചെയ്ത് നമുക്ക് പുറമെ അകത്ത് അത് നല്ലൊരു ദോശയാണ്, ഒന്നും പറയാനില്ല. നീരിഡലി നല്ലതായിരുന്നു, ഫിൽട്ടർ കോഫി നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഇഡലി ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു എന്നേക്കാൾ നല്ല ഇഡലി ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പക്ഷെ ദോശ നല്ലതായിരുന്നു. ഓവറോൾ അവിടെ ഞാൻ പറഞ്ഞില്ല, അവര് ദേ ആർ സെല്ലിംഗ് ക്വാളിറ്റി. So do you see Mysore ramen idli to get that? Definitely. ഞാനത് എനിക്ക് അത്രയും ആകുന്നേക്കാൾ എനിക്കിഷ്ടം മറ്റൊരു താസാദിന്റെയാണ്. താസാദിന്റെ ഇത് ഏറെക്കുറെ സെയിം ആണ്. രാമേശ്വര കഫെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ഗീ, ഒരുപാട് ബട്ടർ ഇട്ട് ഒരു നമ്മുടെ ഒരു മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് രാമേശ്വര കഫെ. നമ്മൾ എന്ത് വേണമെങ്കിലും കഴിക്കാം, നോക്കും, അടിപൊളിയാണ്. പക്ഷെ നമ്മളെ നോക്കി സ്ട്രിക്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ നോക്കെ നമുക്ക് പറഞ്ഞു നിൽക്കുന്ന ഇതാണ് നമ്മുടെ താസാദിന്റെ. വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ, നല്ല ക്വാളിറ്റി ഫുഡ്. അതാണ് എൻ്റെ അടുത്ത പ്രൊജക്റ്റ്. എന്റെ അടുത്ത പ്രൊജക്ട് ഞാൻ താസാദിന്റെയിൽ എങ്ങനെ ഫുഡ് കൊടുക്കുന്നു അതേപോലത്തെ ഫുഡ് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ആ റേറ്റും അത്രേ ഉള്ളൂ. റേറ്റ് ഒക്കെ വളരെ കുറവാണ്. മൈസൂർ രാമൻ ഇഡ്ഡലി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ റോ മെറ്റീരിയൽസിന് റേറ്റ് കുറവാണ്, വെജിറ്റബിൾസിന് റേറ്റ് കുറവാണ്. നമ്മൾ ഈ കഴിഞ്ഞ വീക്ക് പോയപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് എങ്ങനെ ഇവർക്ക് ഈ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ അത്രയും വിലക്ക് 25 രൂപ നമുക്ക് മസാല കൊടുക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ എന്റെ അടുത്ത ടാർഗറ്റ് ഒരു താസാദിന്റെ രാമേശ്വര കഫേ ആക്കണമെന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടണ പൈസ സ്പെൻഡ് ചെയ്യാൻ ഒരു സമയം കൂടി കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ അതൊന്ന് പിള്ളേരെ തമ്മിൽ തന്നെ ചാവുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും ഈ ബിസിനസ്സായിട്ട് ഇത്രയും എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നൗ യു ആർ ഇൻ എ സ്റ്റേജ് വെയർ യു ഹാവ് ടൈം. ഓക്കെ, ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ ലൈക്ക് യു ആർ ടേക്കിംഗ് യുവർ ഹെൽത്ത് അസൈഡ് ആൻഡ് വർക്കിംഗ് യു പുട്ടിങ് ഫുൾ ഇൻ ടു യുവർ അതൊന്നും ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് ആൾക്കാർ പറയണം. നിങ്ങൾക്ക് അതിനെപ്പോഴും തോന്നിയിട്ടുണ്ടോ? എന്താ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട്? യെസ്, ഡെഫിനറ്റ്ലി. എന്താണ് തോന്നിയത്? നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് ഒരു പോയിന്റ് ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മുടെ അത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് എപ്പോഴാണ് തോന്നുന്നത് അറിയാമോ? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത് നമ്മള് വെൽത്ത് കയ്യിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഹെൽത്തും കൂടി നോക്കണം, കാരണം പൈസ പൊട്ടിക്കാൻ ആരോഗ്യം വേണം. മനസ്സിലല്ലേ? ഹെൽത്ത് നമ്മൾ എപ്പോഴാണ് നോക്കാൻ ശ്രമിക്കുന്നത്? വെൽത്ത് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോഴേ നമ്മൾ ഹെൽത്തിനെ പറ്റി ചിന്തിക്കുള്ളൂ. അല്ലാതെ ആരാ ചിന്തിക്കണേ? അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോ 5 പൈസയില്ല ഒരു പണിയില്ലാതെ നടക്കണവൻ എന്ത് ഹെൽത്ത്? അവന് അന്നം കിട്ടിയാൽ മതി. ഇത് തിന്നിട്ട് എല്ലിടെ കയറുമ്പോൾ എല്ലിടെ കയറാനുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യം നോക്കണം എന്ന് പറയില്ലേ, അതാണ് ഹെൽത്താണ് വെൽത്ത്. ഞാൻ എൻ്റെ ഹെൽത്തും നോക്കുന്നുണ്ട്, എൻ്റെ വെൽത്തും നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരുപാട് കാലം ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. കുറെ നാൾ കഴിയുമ്പോഴേക്കും പിള്ളേരെ ചവിട്ടും തൊഴിലിട്ട് ജീവിക്കുന്നതിനെക്കാളും നല്ലത് നേരത്തെ പരിപാടി തീർത്താണ് മേലോട്ട് പോകണം, അല്ലേ? ശരിയല്ലേ? കുറച്ചാൾ കഴിയുമ്പോഴേക്കും മക്കള് പറഞ്ഞ കേട്ട് മക്കളെ നല്ല ചവിട്ടും കൊണ്ട് താമസിക്കുന്നതിനെക്കാളും നല്ലത് ഉള്ള കാലത്ത് പുലിയായിട്ട് ജീവിച്ച് എത്രയും പെട്ടെന്ന് കാട് വിട്ട് പോകണല്ലേ. ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ വരുമാനം വളരും, റെസ്റ്റോറൻറ്റ് വളരും, അതിൻ്റെ പേര് വളരും, ബ്രാഞ്ചസ് വരും. എന്തൊക്കെ ചെയ്താലും മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഇല്ലേ, അത് 2 വയസ്സുള്ള കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യണമല്ലേ. നമ്മളതിൻ്റെ പുറകെ വേണം. നമ്മളല്ലെങ്കിൽ നമ്മുടെ സമയം പൈസ കൊടുത്ത് വെച്ചേക്കുന്ന ഒരാൾ അതിൻ്റെ പുറകെ വേണം. അത് ഒന്ന് അശ്രദ്ധ കാണിച്ചാൽ ഏതെങ്കിലും കുഴിയിൽ പോയി വീഴേ, ഏതെങ്കിലും പോയി ഇരിക്കുകയെ കിടന്നുറങ്ങിയേ ഒക്കെ ചെയ്തോളേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കേരളത്തിലല്ല ഏത് രാജ്യത്തായാലും ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോകുന്നൊരു പ്രസ്ഥാനമാണ് റെസ്റ്റോറൻറ്റ്.
അത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലോട്ട് മുൻ പരിചയമില്ലാതെ ഇറങ്ങുമ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അയാൾ തന്നെ കുക്ക് ചെയ്ത് അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. ബിസിനസ് ഒരു ഞാൻ റമദ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ, ദുബായ് റമദി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കീഴിലെങ്ങാണ്ട് 318 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, കിച്ചൺ സ്റ്റാഫുകൾ. എൻ്റെ ഷെഫായിരുന്നു ഞാൻ. എൻ്റെ കീഴെ 118 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി കാര്യം പിടികിട്ടും, കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇതിൽ നമ്മൾ ചെയ്യേണ്ട A to Z കാര്യങ്ങൾ, ഫുഡിൻ്റെ ക്വാളിറ്റി, മാർക്കറ്റിങ്, കൺസിസ്റ്റൻസി, റോ മെറ്റീരിയൽ, ഇത് എല്ലാം കൂടി വരണം. അത് കൂടാതെ ഈ ഏരിയ ഹൈജീനായിരിക്കാൻ വേണം. കൂടാതെ നമ്മൾ പണിയെടുക്കാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ വേണം ഇതിനകത്ത്. നമ്മൾ പണിയെടുക്കുകയും വേണം, നമ്മൾ തന്നെ എല്ലാ കാര്യവും നോക്കണം, ഇത് ഹൈജീനിക്കായിട്ട് ചെയ്യണം. ബാക്കി പിള്ളേർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും, നമ്മൾ ഇട്ടേച്ച് പോകും. വേണ്ട, എന്തിനാണ്? നമുക്ക് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്താവും. കച്ചവടവും ഇല്ല, കിച്ചൺ ക്ലീനും അല്ല, ഇവന്മാർ പറഞ്ഞിട്ട് കേൾക്കണമില്ല. അങ്ങനെയാണ് കൂടുതലും. പിന്നെ സ്കിൽഡ് ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് അവിടുത്തെ ഷെഫ് ഒരു ഹിന്ദിക്കാരനായിരിക്കാം അല്ലെങ്കിൽ മലയാളി ആയിരിക്കാം. ഇവനില്ലെങ്കിൽ ആ പ്രസ്ഥാനം ഓടൂല എന്നുള്ള കൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ഒരിക്കലും ഓടാൻ പോകില്ല. അവനുണ്ടെങ്കിൽ ഓടും. നമുക്ക് അവന് വഴക്ക് പറയണ്ട, അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. അവൻ ചിലപ്പോൾ പെട്ടെന്ന് അഡ്വാൻസ്ഡ് 5000 രൂപ ചോദിക്കും. അവൻ എന്ത് പറഞ്ഞാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ പറയാം, അവനെ വെരി നെക്സ്റ്റ് ഡേ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ അവൻ ഇതിനേക്കാൾ വലിയ പണിയൊന്നും കൊടുത്ത് പോകും. ഇപ്പം പറഞ്ഞു വിട്ടാൽ ഒരു ദിവസം 2 ദിവസം കാടടച്ചിട്ടാൽ മതി. ഒരായിരം പേര് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞായറാഴ്ചയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ 10 ഇരട്ടി പൈസ പോകും. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു, ഒരു ദിവസം കട പൂട്ടിയിട്ടാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരെ വെച്ച് ബിസിനസ് ചെയ്താൽ സക്സസ് ആകില്ല. ഇപ്പം നമ്മുടെ കടയിൽ ഒരു 4 സ്റ്റാഫുണ്ട്. 4 പേര് സ്കിൽഡ് കീ പ്ലേയേഴ്സ് ആയിട്ട് വെച്ചേക്കണം. 4 സ്റ്റാഫുകൾ. അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിയാം. അവർക്ക് ചായ എടുക്കാൻ അറിയാം, ദോശ എടുക്കാൻ അറിയാം, ഇഡ്ഡലിയുടെ മാവിടാൻ അറിയാം, പൊടി അറിയില്ല, ബാക്കിയുള്ള എല്ലാ പരിപാടിയും അറിയാം. 4 പേര് ഹൈ സാലറിയിലുള്ള 4 പേരാണ്. എന്നാൽ ഇവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇവരവിടെ ഒട്ടിയുടെ അവിടെ നിൽക്കും, ഓർഡർ വായിക്കണത് കൊടുക്കുന്നുണ്ടോ, ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കും. അവർ ദോശ ഇടൂല, ചായ ഇടൂല, ഒന്നും ഇടൂല. അവർ കുറേ സെൽഫിയൊക്കെ എടുത്ത് 2 വീഡിയോ ഒക്കെ എടുത്ത് അവരങ്ങനെ നടക്കും. നല്ല അക്കോമഡേഷൻ, നല്ല ശമ്പളം. അപ്പം അവർക്കൊരു വിചാരമുണ്ട്, മുതലാളിക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ എൻ്റെ 4 പേര്, 2-3 പേര് കാക്കനാടും, ഒരാൾ പാലക്കാട്ടത്തുണ്ട്. പക്ഷെ അവരവിടെ ഉള്ളതാണ് എൻ്റെ ഉറക്കം. അവരവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് മനസ്സമായിട്ട് പോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ആരെങ്കിലും ഒരാൾ ലീവ് എടുത്താൽ അല്ലെങ്കിൽ ഒരാൾ ഇറങ്ങിപ്പോയാൽ ഇവന്മാർ ചെയ്തു എല്ലാം സെയിമാണല്ലോ. ഇവർ കയറി ചെയ്യും. മാത്രമല്ല ഇവരവിടെ ഉള്ളപ്പോൾ വേറെ ആൾ തലവെക്കൂല. ഇവിടെ 4 പേരുള്ളതുകൊണ്ട് ഈ 4 പേരിൽ ആരും ഒരാൾ തലവെക്കൂല. കാരണം ഇവര് വിഴുങ്ങി വെച്ചേക്കണേ, ഇവർക്ക് ഈ ശമ്പളം വേറെ കിട്ടത്തില്ല. ഇവർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങി വെച്ചേക്കണേ. അവർക്ക് ഈ വേറെ എവിടെ ചെന്നാലും ശമ്പളം കിട്ടും, പണിയെടുക്കേണ്ടി വരും. ഇവിടെ നമ്മളടുത്ത് പണിയെടുക്കണ്ട. അപ്പൊ സംബന്ധിച്ച് 4 പേര് ശമ്പളം ഹ്യൂജാണ്. പക്ഷെ ഞാനത് കൊടുക്കാൻ റെഡിയാണ്, എനിക്ക് കുഴപ്പമില്ല. കാരണം പണ്ട് ഞാൻ മൈസൂരിൽ തുടങ്ങുന്ന സമയത്ത് രാവിലെ ഒരു സ്റ്റാഫ് ഉണ്ടാവില്ല. ദോശ കഴിക്കണം പോയിട്ടാ, പോയി പേടി കഴിഞ്ഞ്. അപ്പൊ തന്നെ നമ്മള് ഏപ്രിൽ കിട്ടി. എനിക്കറിയാവുന്നതുകൊണ്ട് കട പൂട്ടിയില്ല. എനിക്ക് ആ സ്കില്ല് അറിയാവുന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അതറിയാവുന്നതുകൊണ്ട് കട പൂട്ടിയില്ല. നേരെ കുറച്ച് ഇതറിയാൻ പാടത്താണെങ്കിലും. അപ്പോൾ മെയിൻലി എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം. നമ്മളൊരു SOP ക്രിയേറ്റ് ചെയ്യണം. ആ SOP എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ ആ ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണം. മനസ്സിലായി. പിന്നെ ഇതിൽ വാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇപ്പോൾ കിച്ചണിൽ ഇപ്പോൾ മെയിൻ ഷെഫ് ഫുഡ് ലീവാണ്, അസിസ്റ്റന്റ് കയറി ഫുഡ് അടിക്കും. അപ്പോൾ നല്ല ഫുഡാണെങ്കിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. പാത്രം കഴുകും. വാഷിങ്ങിനടുത്ത് ലീവാണ്, ആരും കയറി പാത്രം കഴുകും ഇല്ല. വാഷിങ്ങിൻ്റെ ആൾക്കാരെ കിട്ടാനും പാടാണ്.
അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആപ്റ്റായിട്ടുള്ള സ്റ്റാഫാണോ അവനെ നിലനിർത്തുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവും. തിരക്കുള്ള കടയാണ്, നല്ല ഫുഡാണ്, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, കച്ചവടം വരുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ സ്റ്റാഫിൻ്റെ സാലറി നോക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. നല്ല സ്റ്റാഫാണെങ്കിൽ, അല്ലാതെ ചുമ്മാ 100-500 രൂപ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. എടുക്കുമ്പോൾ വളരെ കുറച്ചെടുക്കുക. എങ്ങനെ വന്നാലും ഒരു 2 വർഷം പിടിക്കും. കുറേ സ്റ്റാഫുകൾ വന്നും പോയി നമുക്ക് തന്നെ മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും സ്റ്റാഫുകൾ ഏത് കാറ്റഗറി നല്ലതാണല്ലോ. അങ്ങനെയുള്ളവർ നമ്മൾ ഒരു അറിഞ്ഞു വിട്ടുകളായിരുന്നു. നമ്മളൊരു ഫാമിലി പോലെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കുക. അങ്ങനെ കൂട്ടിയ ഒരുപാട് സ്റ്റാഫുകൾ എനിക്കുണ്ട്. അവരുടെയൊക്കെ ബലത്തിലാണ് ഇന്ന് ആ പ്രസ്ഥാനം കൊടുക്കൊണ്ട് പോകണേ. സന്ദീപ് നീതു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ CEO എന്നുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ യഥാർത്ഥ കോർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫുകൾ തന്നെയാണ്. എന്നെ കൊണ്ടോ ഇതിനെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. അപ്പം അത് ഒരു ബിസിനസ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ്, അതിൻ്റെ ബാക്ക് ബോൺ. ആ ബാക്ക് ബോൺ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. ബാക്ക് ബോൺ കൊള്ളൂല്ല, ബാക്ക് ബോണിലെ സ്റ്റാഫുകൾക്ക് ഈ പ്രസ്ഥാനത്തിനോട് വലിയ താല്പര്യമില്ല. മുതലാളി ഉടക്കാണ്, മുതലാളിയുടെ സ്വാർത്ഥ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ആ പ്രസ്ഥാനം താഴെ പോകും. എന്തൊക്കെ ചെയ്താലും ശരിയാണ്. ബിസിനസ് ചെയ്യണവനാണെങ്കിൽ ഒറ്റ ബിസിനസ്സാണ്, അതായത് ഒരു കടയേ ഉള്ളൂ എന്നാണെങ്കിൽ ഓക്കെ, അവനും അവൻ്റെ ചേട്ടനും കൂടി ആ ബിസിനസ് നടത്തി കൊണ്ടുപോകാം. എന്നാലും പാടാണ്. പക്ഷേ നമുക്കൊരു ഫ്രൂട്ട്ഫുള്ളായ ഒരു ഫ്ലറിഷായിട്ടുള്ളൊരു ബിസിനസ് വേണം. നമ്മുടെ പേരുകൾ പല നാട്ടിലും അറിയപ്പെടണം. അല്ലെങ്കിൽ എനിക്ക് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് അപ്പുറത്ത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എനിക്ക് എൻ്റെ കടകൾ ഫേമസ് ആക്കണം. എനിക്കിത് സ്കെയിൽ ചെയ്യണം, ഒരു നല്ല രീതിയിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബിസിനസ് സ്നേഹിക്കണ പോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫിനെ സ്നേഹിക്കണം. എല്ലാ സ്റ്റാഫിനെയും സ്നേഹിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സ്റ്റാഫുകളെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരണയോട് ചെയ്യുന്ന സ്റ്റാഫുകളെ, കുറച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന സ്റ്റാഫുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ല സാലറി കൊടുക്കുക. അഭിനയിക്കുന്നവരുണ്ടാവും, നമ്മളെ പറ്റിക്കാൻ നിൽക്കുന്നവരുണ്ടാവും. മനസ്സിലാക്കണം. വിശ്വസിക്കുമ്പോൾ നോക്കി കണ്ടും വിശ്വസിക്കുക. പല നാട്ടിൽ നിന്ന് തന്നെ പല ആൾക്കാരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ ചില സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്ത സ്റ്റാഫുകളുണ്ട്. ഒരു കടകത്തി പോയപ്പോഴേക്കും അങ്ങടുത്ത് എൻ്റെ സ്റ്റാഫുകൾ അന്നുണ്ടായ എല്ലാ സ്റ്റാഫും പറഞ്ഞാണ് ഞങ്ങൾക്ക് പൈസ വേണ്ട, കട ഓപ്പണായിട്ട് മാത്രം പൈസ മതി എന്ന് പറഞ്ഞ സ്റ്റാഫുകളാണ്. ഞാൻ എല്ലാവർക്കും പൈസ കൊടുത്തു. പക്ഷെ അന്ന് ആ സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾക്ക് ശമ്പളം വേണ്ട, കട ഓപ്പണായിട്ട് പണിയെടുത്തിട്ട് പറഞ്ഞു മതി, ഞങ്ങൾ ഇത് ക്ലീനിങ് ഒക്കെ ഞങ്ങളും കൂടി ഈ 15 പിള്ളേരും ഉണ്ടായിരുന്നു അവിടെ ടൈൽ പണിക്കും പക്ഷേ ഞാൻ മറ്റേ എല്ലാവർക്കും ശമ്പളം കൊടുത്തു. പക്ഷെ അന്ന് ആ പിള്ളേരെ അങ്ങനെ പറയുമ്പോൾ ഒന്നും കാണാൻ ഒരെണ്ണം പോലും ഇട്ടേച്ച് പോയില്ല. ആ ഉണ്ടായ കംപ്ലീറ്റ് സ്റ്റാഫും അവർ ഇജാർന്നൊരു പയ്യനുണ്ടായിരുന്നു, അവൻ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കട കത്തിപ്പോയത്. അപ്പം അവനോട് മറ്റവർ പറഞ്ഞു പോകണ്ട, ഇവിടെ നിന്നോ. മനസ്സിലായ? അപ്പം ഞാൻ ചെയ്യാറ് പോവാന്ന്, കാരണം അവൻ എന്നെ പറ്റി അറിയില്ല, നമ്മുടെ കടയെ പറ്റി അറിയില്ല. വന്ന് 4-ാം ദിവസം എപ്പോഴും കട കത്തിപ്പോയി, നമ്മളെ കിട്ടുമെന്ന് അറിയില്ല. അവൻ പോയില്ല, അങ്ങനെ ഒറ്റ സ്റ്റാഫ് പോലും പോയില്ല. അപ്പം അവർക്കറിയാം ഇത് വൈകാതെ ഡെവലപ്പാവും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കി നമ്മളത്, അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. ആ കിട്ടണ അനുസരിച്ച് നോക്കി നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റാഫാണ് ബാക്ക് ബോൺ. So where do you spend your most of your money now? എൻ്റെ മോസ്റ്റ് ഓഫ് മണി ഞാനിപ്പോൾ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിസിനസ്സിന് വേണ്ടി എടുത്ത ലോണുകൾ അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ 2028 വരെ ഇത് തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ 2030 എനിക്ക് ഒറ്റ EMI ഉണ്ടാവില്ല. ഞാൻ സ്പെൻഡ് ചെയ്യണം എല്ലാം എൻ്റെ ഓൺ അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ ചേട്ടാ, നമുക്ക് ഹയറിംഗ് പ്രോസസ്സിനെ പറ്റി ഒന്ന് ചോദിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി പണി അറിയാവുന്ന ഒരാളെയാണോ എടുക്കുന്നത്, അതോ ഒരാളെ എടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് എടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മളൊരാളെ എടുത്ത് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ അങ്ങനെ എന്നുവെച്ചാൽ നമുക്കൊരു സ്കിൽഡ് ലേബറെ മൗൾഡ് ചെയ്യാൻ കുറച്ച് പാടായി. അവൻ അറിയാവുന്ന വർക്ക്, ഇപ്പം ഞാൻ ഒരു ഷെഫാണ്, ഞാൻ ഉണ്ടാക്കുന്ന ചില ഡിഷുകൾ ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ ചില ഐറ്റംസ് ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എൻഹാൻസ് ആവും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് ഞാൻ ആ ഡിഷ് എവിടെ ചെന്ന് അടിച്ചാലും ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാനത് ഇടും. അതല്ല, ഓൾമോസ്റ്റ് ഏതൊരു ഷെഫായാലും അവരുടേതായ ചില അതവർ മാറ്റില്ല. അതങ്ങനെയാണ്, അവരുടെ സിഗ്നേച്ചർ അതിൽ കിടക്കും. അപ്പം നമ്മൾ ഒരു SOP ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു മെനു ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ
അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും. പക്ഷെ 5-ാം ദിവസം ഡെഫിനറ്റ്ലി അത് ചെയ്യണം. നേരെ മറിച്ച് ഇപ്പം നമ്മുടെ ഇവിടെ സാമ്പാർ അടിക്കണ പയ്യൻ, അവൻ കിച്ചൺ കട്ടിങ്ങിന് വേണ്ടി വന്നു, അസിസ്റ്റൻ്റായിട്ട് വന്നു, ഹെൽപ്പർ ക്ലീനിക്കല്ലാണ്ട്. അവൻ നല്ല പയ്യൻ, നല്ല രീതിയിൽ പങ്ക്ച്വാലിറ്റി മസ്റ്റാണ് ഡ്യൂട്ടിയിൽ. ഞാനത് നോക്കും, ഹൈജീനിക്ക് നോക്കും. അപ്പോൾ കൊള്ളാം. അപ്പോൾ അന്ന് 5 കൊല്ലം മുമ്പ് ഈ സാമ്പാർ നമുക്കൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനും നീതുമാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കിയില്ലെങ്കിൽ വേറെ ആളില്ല. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോഴും കടയെത്തണം. അപ്പോൾ അത് നമുക്കൊരു ഭാവി, ഞാൻ പറഞ്ഞു ഇതൊരു ത്രെട്ടാണ്. ഭാവിയിൽ നമുക്കിതൊരു ത്രെട്ടായി മാറും. കാരണം നമുക്ക് തന്നെ ബിസിനസ്സിൽ വേറൊരു കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ മടുപ്പായിട്ട് തന്നെ കാര്യമുണ്ട്. അതൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്കൊരു സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് നീ ഇപ്പം ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കണേ, നീ ജീവിതകാലം മൊത്തം ഇതായിരിക്കും ചെയ്യണേ, ഇത് മാറി ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പേടിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ സാമ്പാർ ഉണ്ടാക്കണം, നീ ദാല് വെച്ചൊരു കറി, നോർത്ത് ഇന്ത്യ ഡൽഹിക്കാരാണ്, ദാല് വെച്ചൊരു കറി ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ അത് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന് ഞാൻ ട്രെയിൻ ചെയ്ത്. അന്ന് ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ 20 ലിറ്റർ സാമ്പാർ ഉണ്ടാക്കും. അന്ന് അത്ര കച്ചവടമുള്ളൂ. ഇന്നും അവന് 20ൻ്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞാലേ പറ്റുള്ളൂ. 30 ലിറ്റർ സാമ്പാർ എന്ന് പറഞ്ഞാൽ പുള്ളി തവിട് പൊടിയിപ്പോൾ പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ഈ കാക്കനാട് സെൻട്രൽ കിച്ചൺ വന്നപ്പോഴേക്കും ഞാൻ 80 ലിറ്റേഴ്സിൻ്റെ 2 വലിയ പാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് 80 ആണ്, 4 times 20 അങ്ങനെയാണ്. അപ്പം അവൻ്റെ പ്രത്യേകിച്ച് അവൻ അങ്ങനെ അല്ലാതെ വേറെ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അവൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും സാമ്പാർ അതായിരിക്കും, അതിന് ടേസ്റ്റ് മാറ്റില്ല. കാരണം അവൻ്റെതായ കഴിവില്ല, അവന് ഉടായി പറയാൻ പാടില്ല, അവന് അങ്ങനെ തന്നെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അതുകൊണ്ട് അവൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഒറ്റ കണ്ടീഷൻ, 20യുടെ മൾട്ടിപ്പിൾസ്, അത് മാത്രമേ വിഷയമുള്ളൂ. അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തപ്പോൾ ഇന്നും നമുക്ക് സാമ്പാറിലോട്ട് നമുക്ക് നോക്കണ്ട, അത് സെറ്റാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതും ട്രെയിൻ ചെയ്ത് വരേണ്ടതും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കടയിലിരിക്കുന്ന എല്ലാ സ്റ്റാഫുകളും ഒരാൾ പോലും സ്കിൽഡ് ലേബർ അല്ല, എല്ലാവരും ഇതേപോലെ വന്ന് പഠിച്ചു വന്നേക്കുന്നവരാണ്. അപ്പം ഇന്ന് ഇവിടെ നമുക്ക് ദോശ അടിക്കുന്ന പയ്യൻ, അവൻ ഒരു ദിവസം 1800 രൂപ എടുത്ത് സാലറി ആയിട്ടുണ്ട്. എനിക്കറിയാതെ അവനത് കൂടുതലാണ്. ബട്ട് ഞാനത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ നഷ്ടമില്ല. എനിക്കതിൽ നഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അവൻ കൊടുക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അവൻ എന്നോടൊരു നാളെ ഇവൻ വേറെ എവിടെയെങ്കിലും പോയി ദോശ അടിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സാലറി കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഈ സാലറി കിട്ടിയാണെങ്കിൽ ഫെസിലിറ്റി കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ അതല്ലേ. 550 രൂപ പണിക്ക് വന്നിട്ട് അവനിപ്പോൾ 1600 ശമ്പളം വാങ്ങിക്കുമ്പോൾ ഈ പ്രസ്ഥാനം നടന്നു പോകേണ്ടത് അവൻ്റെ ആവശ്യമില്ലേ, എൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതൽ അവനല്ലേ ആവശ്യം. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റാഫുകൾ നോക്കണേ. അങ്ങനെ വരുമ്പോൾ സ്റ്റാഫുകൾ പോവില്ല, സ്റ്റാഫുകൾ നമ്മുടെ കൂടെ നിൽക്കും. നല്ല സാലറിയും നല്ല ഇതും കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ചൂടാവില്ല. ഉള്ള കാര്യത്തിൽ നമ്മൾ വഴക്ക് പറയേണ്ട അവസ്ഥ വരും, ഗ്യാരണ്ടിയാണ്. അപ്പം നമ്മൾ കാര്യങ്ങൾ പറയും. ബട്ട് നിലവിൽ ഞാൻ സ്കിൽഡ് ലേബേഴ്സിനെ പുറത്തൊന്നും എടുക്കാറില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഷെഫായതുകൊണ്ടും എൻ്റെ പരിചയത്തിലുള്ള പല ഷെഫുകൾ പല ഹോട്ടലിലുള്ളതുകൊണ്ടും ഞാൻ പറയും, ഇന്നിപ്പോൾ പാവ് ബജിയുടെയും ചെന്ന ഭട്ടൂരയുടെയും മസാല എനിക്കറിയില്ല. അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ അവിടെ നിന്ന് 2 ഹിന്ദിക്കാർ വന്നിട്ട് ഇവനെ പഠിപ്പിച്ച് കൊടുത്തു. അവന് ആഴ്ച 2 ദിവസം വെച്ച് വന്ന് ഒരു സ്റ്റാഫിന് ബ്രേക്ക്ഫാസ്റ്റ് ചെന്ന ഭട്ടൂരയായിരുന്നു. അപ്പോൾ അതങ്ങനെ പഠിച്ച് ഇവർ പഠിക്കണം. കാരണം ഇന്ന് കണ്ടുപഠിച്ച് നാളെ ഒരു ഷെഫും അങ്ങനെ ചെയ്യില്ല, പിള്ളേരാണ്. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് വേണം. ഇതിൻ്റെ ഗ്രേവി ആക്കണതും ടൊമാറ്റോ പേസ്റ്റും സമയം എല്ലാം നോക്കി അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ട്രയൽ കൊടുത്തിട്ട് കസ്റ്റമർ ഞാൻ കൊടുക്കും. അങ്ങനെ അവർ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അത്ര ഹൈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ വേണ്ട. ഇവന്മാർ മീറ്റർ ഇവന്മാരെ കൊണ്ട് ഓടിക്കും, വേറെ പണിയും ചെയ്തോളും. അപ്പോൾ വേറെ വിഷയങ്ങളില്ല, അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകും, പിള്ളേർക്കും കുറച്ച് ബെനിഫിറ്റ് ആവും. നിലവിൽ നമ്മുടെ സ്റ്റാഫിന് തന്നെ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പുതിയ ഡിഷസ് വരുമ്പോൾ നമ്മൾ ഇതറിയാവുന്ന എക്സ്പേർട്ടിന് നമ്മളെക്കാൾ കഴിവുള്ളവരെ നമ്മളെ ഹെയർ ചെയ്തിട്ട് പഠിപ്പിച്ചിട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു.
മൈസൂർ രാമൻ ഇഡ്ഡലി ഫസ്റ്റ് ഔട്ട്ലെറ്റ് പാലാരിവട്ടം. അതെ. സെക്കൻഡ് ഔട്ട്ലെറ്റിലോട്ട് പോയത് ഏത് സ്റ്റേജിലായിരുന്നു? ആൻഡ് പോയപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണ്ടി വന്നു? ഫസ്റ്റ് ഔട്ട്ലെറ്റ് നമ്മൾ പാലാരിവട്ടത്ത് തുടങ്ങുമ്പോൾ 350 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അത് നമ്മൾ ഒരു കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ട് അതൊരു 750-800 സ്ക്വയർ ഫീറ്റിലോട്ട് വന്നു. തൊട്ട് സൈഡിലെ കടകളെടുത്തു, അപ്പുറത്തെ കട എടുത്തു, അതിൻ്റെ ബാക്കിൽ ഷട്ടർ എടുത്തു, അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ബ്രദർ പറഞ്ഞ പോലെ നിൻ്റെ വൈഫും അവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം പരാജയമാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങി മീൻസ് എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് മാറി, നമ്മൾ പുറത്ത് നിന്ന് കച്ചവടം കാണാൻ തുടങ്ങി. അപ്പം നമ്മളില്ലെങ്കിലും ആ പ്രസ്ഥാനം ഓടുന്നതായി. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ കട പിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയായിരുന്നു കുറവുകൾ, നമ്മുടെ ഡ്രോബാക്സ് എന്തായിരുന്നു? 1 പാർക്കിംഗ് ഇല്ല, 2 പ്രോപ്പർ ഡൈനിങ് ഇല്ല, ടേബിൾ ഷെയറിങ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ചില ഫുഡുകളുണ്ടായിരുന്നു, ചോല ഭട്ടൂര് അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പം പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച്, നമുക്ക് കാക്കനാട് നിന്നാണ് നമുക്ക് ഓൺലൈൻ കൂടുതൽ ഓർഡർ വരുന്നത്. അതുകൊണ്ട് നമ്മൾ കാക്കനാട് ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ട് അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ എപ്പോഴും ചെയ്യുമ്പോൾ അറിയാമല്ലോ, ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ. നമ്മളിപ്പോൾ എസ്പെഷ്യലി ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുമ്പോൾ ലൊക്കേഷൻ നോക്കാതെ തുടങ്ങരുത്. ഇപ്പം നമ്മൾ ഒരു ഹൈവേയുടെ ഫ്രണ്ടിൽ തുടങ്ങുന്നതും ഒരു ഉൾവഴി തുടങ്ങുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് വെക്കുക. ഹൈവേയുടെ ഫ്രണ്ടിൽ 60,000 രൂപയാണ് വാടക. ഈ സെയിം സ്ക്വയർ ഫീറ്റ് ഉള്ളേരിയയിലോട്ട് കയറി കഴിഞ്ഞാൽ 30,000 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 60-30 എന്ന് ചിന്തിച്ചാൽ തെറ്റാണ്. ഇവിടെ 100 പേര് കാണുമ്പോൾ അവിടെ 1000 പേര് കാണുകട. ഇവിടെ 10 പേര് കയറുമ്പോൾ അവിടെ 100 പേര് കയറും. ആ കടയും ഈ കടയും തമ്മിലുള്ള പൈസയുടെ ഡിഫറൻസ് വെറും 1000 രൂപയാണ് ഒരു ദിവസത്തെ കച്ചവടം. ഒരു ദിവസത്തെ കച്ചവടം 1000 രൂപ കൂടുതൽ കയറിയാൽ പുള്ളിക്ക് ആ കടയിൽ കിടന്ന് വലിയ വ്യത്യാസമില്ല. ശരിയല്ലേ? അപ്പം അത് ചിന്തിക്കാതെ 30-60 എന്നുള്ള ബിഗ് എമൗണ്ട് കണ്ട് പിന്മാറുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. പിന്മാറരുത്. എന്തുകൊണ്ടാണ് അതിന് അത്രയും പൈസ, അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. അവിടെ അത്രയും ആൾക്കാർ പോകുന്നുണ്ട്. വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഒരു ദിവസം 1000 രൂപ എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ കിട്ടൂലേ? ഇവിടെ കിട്ടും ഇല്ല. അപ്പം അതാ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ നമ്മുടെ ആദ്യത്തെ സ്റ്റോർ കുറച്ചകത്തോട്ടല്ലേ? നമ്മുടെ ആദ്യത്തെ സ്റ്റോർ എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങണതിൻ്റെ കൺസെപ്റ്റ് വേറെയാണ്. നമ്മൾ കൊറോണക്കെതിരെ ഫൈറ്റ് ചെയ്യണേ. നമ്മുടെ ശത്രു കൊറോണയാണ്. പക്ഷെ ആ സ്പോട്ട് നിങ്ങൾ മെയിൻ സ്പോട്ടാക്കി മാറ്റി. കാരണം അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, അത് സർവൈവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കൊറോണ സമയത്ത് പൈസ ഉണ്ടാക്കുന്ന ആരും എനിക്ക് എൻ്റെ ഇതിൽ അതിജീവിക്കുക, സർവൈവ് ചെയ്യുക. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ മാപ്പ് എടുക്കും, എന്നിട്ട് ഒരു ലൊക്കേഷൻ കുത്തും, 15 കിലോമീറ്റർ സർക്കിൾ പോകും. അപ്പം ഇപ്പം ഹൈക്കോർട്ടിൽ കൊണ്ടേ കുത്തി 15 കിലോമീറ്റർ എന്ന് വെച്ചാൽ അതിൽ 35% 40% കടലുണ്ട്, ബാക്കിയുള്ളിടത്ത് ആൾ താമസമുള്ളൂ. അപ്പം അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലം നോക്കി വരുമ്പോഴേക്കും പാലാരോട്ടം എന്ന് പറഞ്ഞാൽ പ്യുവർ സർക്കിളാണ്. നമുക്ക് കളമശ്ശേരി ബോർഡർ കിട്ടും, അമൃത ഹോസ്പിറ്റൽ കവർ ചെയ്യും. അപ്പം ഇങ്ങനെ കറങ്ങി നമ്മുടെ ഈ ഹൈക്കോർട്ട് കവർ ചെയ്യും. ഹൈക്കോർട്ടിൽ നിന്ന് നേരെ തേവര സൈഡ് കവർ ചെയ്യും, വൈറ്റില കവർ ചെയ്യും. വൈറ്റിലേക്ക് മുമ്പ് പനമ്പിളിനകർന്ന് ഒരു വലിയ മാർക്കറ്റ് കിടപ്പുണ്ട്, പനമ്പിളി നഗർ കവർ ചെയ്യും. MG റോഡ് കവർ ചെയ്യും. അത് ആ വഴി കറങ്ങി വൈറ്റില വഴി നേരെ പാലാരോട്ടം, നമ്മുടെ കാക്കനാട് എല്ലാം കവർ ചെയ്യുന്നൊരു അടിപൊളി സ്പോട്ട്. ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ വേണ്ടി ദ ബെസ്റ്റ് സ്പോട്ട് പാലാരോട്ടത്ത് 15 കിലോമീറ്റർ സർക്കിൾ എന്ന് പറയുന്നത് അത്യാവശ്യം ആൾക്കാർ താമസിക്കുന്ന, ക്വാളിറ്റി പീപ്പിൾസ് താമസിക്കുന്ന നല്ലൊരു സർക്കിളാണ്. എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. ആ സർക്കിളിൽ നമുക്ക് നല്ല രീതിയിൽ പറ്റും. അപ്പം ഒന്ന് ഞാൻ അതാണ് നോക്കിയത്. 2 നമുക്ക് പാർക്കിംഗ് വേണ്ട. കാരണം അന്ന് കൊറോണ ഡൈനിങ് അലൗഡ് അല്ല. ഇനി കൊറോണ നമ്മളെ കൊണ്ടാണോ പോകണമെന്നും അറിയില്ല. അപ്പം ക്ലൗഡ് കിച്ചൺ, 100% ക്ലൗഡ് കിച്ചൺ. ആൾക്കാർക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ബെഞ്ച് അവിടെ ഉണ്ട്. അത് സ്വിഗ്ഗി സൊമാറ്റോ ഡ്രൈവേഴ്സിന് ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചാണ്. ഡൈനിങ് ഇല്ല. വന്നാൽ 2-3 പേപ്പർ പ്ലേറ്റ് ഉണ്ട് കൊടുക്കാൻ, വന്നവർക്ക് കൊടുക്കാൻ. ആരെങ്കിലും വന്നെയാണെങ്കിലോ അല്ലെങ്കിൽ ആ തൊട്ട് ഫ്രണ്ടിൽ SL പ്ലാസയിൽ HDFCയുടെ സ്റ്റാഫുകൾ ഉണ്ടാവും, അവർ വന്നെയാണെങ്കിലോ
അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, സന്ദീപ് ഇവിടെ ഒരു HDFCയുടെ സ്റ്റാഫുകളൊക്കെ ഉള്ള ബാങ്കിലുള്ള സ്ഥലമാണ്, അപ്പോൾ ലൈനിലും ആൾക്കാർ കഴിക്കാൻ വരും കേട്ടോ എന്ന്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൈഡിലൊരു ഇതൊക്കെ വെച്ചിട്ട് നിന്ന് കഴിക്കാവുന്ന രീതിയിൽ ചെയ്തു. പക്ഷേ നമ്മുടെ 100% നമ്മൾ നോക്കിയത്, അല്ലെങ്കിൽ 95% നമ്മൾ നോക്കിയത് ക്ലൗഡ് കിച്ചണ്, ഓൺലൈൻ ബിസിനസ് ആയിരുന്നു നോക്കി. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഉള്ള ഏരിയയിൽ നമ്മൾ വന്നത്. ഇത് അന്ന് 15,000 രൂപ എടുത്ത് എൻ്റെ വാടക. 6 മാസം ഞാൻ റൺ ചെയ്തപ്പോൾ 6 ലക്ഷം രൂപ എക്സ്ട്രാ ചിലവ് എനിക്ക് വന്നു അവിടെ. സെറ്റപ്പ് ചെയ്യാനല്ല, റണ്ണിങ് കോസ്റ്റ്. റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. ദോശ അത് ചുട്ടാലും ഇല്ലെങ്കിലും ദോശക്കല്ല് ഓണായിരിക്കും എനിക്ക് ഗ്യാസ് വേണം, ലൈറ്റ് അവിടെ ഓണാണ്. കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും സെർട്ടൺ എമൗണ്ട് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. വാടക, സ്റ്റാഫിൻ്റെ ഫുഡ്, സ്റ്റാഫിൻ്റെ സാലറി, അത് റണ്ണിങ് കോസ്റ്റ് ആണ്. 6 ലക്ഷം രൂപ അന്ന് എനിക്ക് ചിലവ് വന്നു. 6 മാസം, ഒരു മാസം 1 ലക്ഷം രൂപ, 6 മാസം 6 ലക്ഷം രൂപ, 580, 620 ആ റേഞ്ചിൽ. എന്നിട്ട് അതിൽ 3 സ്റ്റാഫും ഞാനും വൈഫേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. അത്രയും മെറ്റീരിയൽ ഉണ്ട്, വേസ്റ്റ് ആയിപ്പോണ്ട്. അന്നും ഇന്നും നമ്മൾ ചട്നീസ് ഫ്രിഡ്ജ് വെക്കുന്നില്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ ചട്നി അന്നും കളയണം. അപ്പം എന്നോട് വൈഫുണ്ട്, ഇത് കളയണോ, നമ്മൾ കളയണം, ഫ്രിഡ്ജ് വേണ്ട, ഫ്രഷ് തന്നെ എന്ന്. അന്ന് കുറേയൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് കളഞ്ഞത് കൊണ്ട് ഇന്ന് തികയുന്നില്ല, മനസ്സിലായില്ല. അപ്പം അത് ഒരു വലിയ ഘടകം. ഈ റണ്ണിങ് കോസ്റ്റ് ആരും കാണുന്നില്ല ബിസിനസ്സിൽ. അതൊക്കെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും കച്ചവടം വരുമ്പോൾ കച്ചവടത്തിൽ നിന്ന് നമുക്ക് പൈസ എടുത്ത് ബാക്കി സ്പെൻഡ് റണ്ണിങ് കോസ്റ്റ് കാണാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ കോസ്റ്റ് വന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ, നിങ്ങൾ എന്തിനാണ് ഇവിടെയൊക്കെ വന്ന് തുടങ്ങിയത്, നിങ്ങൾക്ക് ആ ഹൈവേ തുടങ്ങാൻ വേണ്ടി ചോദിച്ചവരുണ്ട്. അന്ന് ഹൈവേ തുടങ്ങിയെങ്കിൽ ഈ മൈസൂർ റാമിൻ്റെ കട്ടൻപടം മടങ്ങി വീട്ടിലിരിക്കുന്നു, ഉറപ്പല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ലൊക്കേഷൻ അതാണ്. നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ ടാർഗറ്റ് ചെയ്തത് ഓൺലൈൻ ഓഡിയൻസിനാണ്. അതുകൊണ്ട് എനിക്ക് ആ ലൊക്കേഷൻ മതി. നമ്മൾ ഡൈനിങ് ആരെ കണ്ടിട്ടില്ല, അവിടെ പാർക്കിംഗ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇന്ന് അവിടെ ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഡൈനിങ് വേണം, പാർക്കിംഗ് വേണം, ഡൈനിങ് വേണം. അപ്പം അതൊരു കൺജസ്റ്റഡ് ഏരിയ ആയി മാറി. തുടങ്ങുന്ന സമയത്ത് കൺജസ്റ്റഡ് ഏരിയ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആസ് എ ബിസിനസ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ഫുട് പ്രിന്റ്സ് അവിടെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങി സ്വന്തമായ ഒരു ബിൽഡിംഗ് സെറ്റ് ചെയ്യുന്നതല്ല കുറച്ചുകൂടെ ഇപ്പോൾ നല്ലത്, ഈ മാസം വാടക കൊടുക്കുന്നതിനൊക്കെ? പലർക്കും ഉള്ള ഡൗട്ടാണ്, ഇങ്ങനെ ഒരു പ്ലേസ് ഹയർ ചെയ്ത് നമ്മൾ ഈ റെന്റ് എടുക്കുന്നതിനൊക്കെ വാങ്ങി അവിടെ ഒരു ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആയി. അപ്പോൾ അതിനെപ്പറ്റി എന്താ ആസ് എ ബിസിനസ് മാൻ യുവർ ടേക്ക്? ഞാൻ സ്വന്തമായിട്ടൊരു വീട് പോലും വെക്കാത്ത വ്യക്തിയാണ്. ഓക്കെ, അത് ഡെഡ് മണി ആണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അല്ല ഇപ്പോൾ 50,000 നമ്മുടെ വാടകയുണ്ട് ബിൽഡിങ്ങിന്റെ. ഓക്കെ, എല്ലാം ലൊക്കേഷൻ ആണെന്ന് കൂടി നോക്കണോ? 50,000 വാടക വാങ്ങിക്കണത് ലൊക്കേഷൻ എവിടെയായിരിക്കും? ഇവിടെ തന്നെ വെച്ചോ, പാലാരിവട്ടം സ്പേസിലാണെങ്കിൽ ഈ 50,000 ഒരു സ്ഥലം നമ്മൾ ലോൺ എടുത്തിട്ട് ആ 50,000 ലോൺ എമൗണ്ട് കൊടുക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇസ് ദാറ്റ് എ ഗുഡ് ഓപ്ഷൻ, ഓർ നമ്മൾ യൂഷ്വലി റെന്റഡ് പോകുന്നതാണോ ബെറ്റർ? അതിന് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ 50,000 എന്ന് പറഞ്ഞ എമൗണ്ട് ഉണ്ടല്ലോ വാടക, ഈ 50,000 തന്നെ നമ്മൾ EMI അടക്കുന്നു നോക്കുക, എത്ര രൂപ കിട്ടും 50,000 EMI അടക്കാണെങ്കിൽ? അതായത് ഞാനിപ്പോൾ 1 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ കാർ എടുത്താൽ എനിക്ക് 10 പോയിന്റ് അല്ലെങ്കിൽ 11,000 രൂപയ്ക്ക് മാസം അടക്കേണ്ടി വരും, അല്ലേ? അങ്ങനെ ആയിരിക്കുള്ളൂ. എനിക്ക് അതിന്റെ കമന്റ് ചെയ്യട്ടെ, കമന്റ് ആവും. ആണെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്ക് എത്ര ശതമാനമാണ് അതിന്റെ ലോൺ വരുന്നെന്നുള്ളത്. ഇത് നമ്മൾ എടുക്കുമ്പോൾ 10 ലക്ഷം രൂപക്ക് എനിക്ക് വന്നേക്കണ എമൗണ്ട് 10,000 10,500 രൂപ കണ്ടുകൊണ്ട് മാസം കൊടുക്കണം. അപ്പോൾ 50 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്താൽ നമുക്ക് 50,000 രൂപ അടക്കാൻ പറ്റും. 50,000 EMI വരുള്ളൂ. ഈ 50 ലക്ഷം രൂപ നമുക്ക് കിട്ടണ്ടേ? കിട്ടുമോ? ഇല്ല. നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ കൂട്ടിയാലും നമ്മളിപ്പോ ഒരു 5 വർഷം ഇവിടെ നിന്ന് കഴിയുമ്പോ ഈ EMI എമൗണ്ട് വെച്ച് ഈ പ്ലേസും നമ്മുടെ സ്വന്തം ആയില്ലേ? അല്ല, ശരിയാണ് പറഞ്ഞേ. പക്ഷെ 50 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം ഉണ്ടോ അവിടെ? അതായത് നമുക്ക് എങ്ങനെ വന്നാലും 2-3 സെന്റിന് വേണ്ടി വരില്ലേ? അല്ലെങ്കിൽ 4 സെന്റ് വേണം കാർ പാർക്കിംഗ്. ഇപ്പൊ കാക്കനാട് എന്റെ പ്രൊജക്ട് ഇരിക്കുന്നത് 3,500 സ്ക്വയർ ഫീറ്റാ. അത് 15-20 സെന്റ് കണ്ടിട്ടൊന്നും. അപ്പൊ ഞാൻ 20 സെന്റ് സ്ഥലം വാങ്ങിക്കണമെങ്കിൽ 1 സെന്റിന് ഞാൻ അവിടെ 20 ലക്ഷം രൂപ കൊടുക്കണം. അങ്ങനെ 20 സെന്റ് ഞാൻ വാങ്ങിച്ചു. അപ്പൊ എത്രയായി?
40, 4 പോയല്ല, 4 കോടി പോയി. ഇനി ഞാനത് അവിടെ സെറ്റ് ചെയ്യണം, റെസ്റ്റോറൻറ്റ് പണിയണം. റെസ്റ്റോറൻറ്റ് പണിയാനായിട്ട് ഒരു 1 കോടി രൂപയെങ്കിലും മിനിമം ചിലവുണ്ടാവും. ഒരു 150 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ് വിത്ത് എക്സോസ്റ്റ് ബഷർ എല്ലാം കൂടി ഒരു 80 lakhs ഉണ്ട്, 80 to 90 lakhs. നല്ല ക്വാളിറ്റി പണിയാണ്. AC ആണെങ്കിൽ 1 crore, 5 കോടി രൂപ. 5 കോടി രൂപക്ക് എത്ര EMI? ആ പൈസ ഉണ്ടെങ്കിൽ വാടക കൊടുക്കണില്ല. ആണോ എനിക്കറിയില്ല, കണ്ടിരിക്കുന്ന ആൾക്കാർ പറയട്ടെ. 5 കോടി ഇപ്പൊ ഞാനിപ്പോ എടുത്തേക്കുന്ന സ്ഥലത്ത് 5 കോടി രൂപ ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. അപ്പൊ ഞാനും ലൈക് ശരി, ഇവര് പറയുന്നത് ശരിയാണ്. എന്നോട് പണ്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ വാടക കൊടുക്കണേ, ഒരു വീട് വാങ്ങിച്ച് EMI അടച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അത് ഈ സ്വന്തം വീട്ടിൽ കിടക്കാനാ പറഞ്ഞേ, സ്വന്തം വീട്ടിൽ താമസിക്കുന്നവരാ പറഞ്ഞേ. അതായത് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ സ്വന്തമായിട്ട് ഒരു സ്ഥലം പോലും പൈസ കൊടുത്ത് വാങ്ങിക്കാത്തവരാണ് നമ്മൾ ഉദ്ദേശിക്കണേ. വീടില്ലാത്തവരാ അതിന്റെ വിഷമം അറിയുള്ളൂ. സ്ഥലം വാങ്ങിച്ച് വീട് വെക്കണ ഇപ്പൊ പലതും പറഞ്ഞു, ഞാൻ വീട് വെച്ചിറക്കെന്ന് പറയുമ്പോ സ്ഥലം അവിടെ കിടപ്പുണ്ട്. സ്ഥലം പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലം ഒരുക്കുള്ളൂ. അവിടെ വീട് വെച്ചിട്ട് ഞാൻ വീട് വെച്ചു, ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കട്ടെ, അപ്പോഴല്ലേ അതിന്റെ വില അറിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു വീടിന് തൊട്ട് സൈഡില് പണ്ട് താമസിച്ച വീടാട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോ ഞങ്ങൾ പണ്ട് വാടക താമസിച്ച വീടാ. അതിന് തൊട്ട് സൈഡിലൊരു അങ്കിളുണ്ട്. പുള്ളി 70 വയസ്സ് എങ്ങാണ്ടായിട്ടുണ്ട്. പുള്ളി ഇന്നും പണിക്കുണ്ട്. പുള്ളി എന്തോ ഒരു പൈപ്പ് ലൈനിൻ്റെ വർക്ക് കണ്ടിട്ടുണ്ട്, ഇരുമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ. ആ ബാഗും ചോന്നുകൊണ്ടും പോകണം ഞാൻ കാണാറുള്ള. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പുള്ളി വളരെ വിഷമത്തോടു കൂടി എന്നെ നോക്കിയിട്ട് പറയും, എന്തൊക്കെയായിട്ട് സന്ദീപ്, സ്വന്തമായിട്ടൊരു വീടില്ലടാ നിനക്ക്. പുള്ളി ഇന്ന് ആ പണിക്ക് പോണത് പുള്ളി ആ വെച്ച വീടിന്റെ EMI അടക്കാനാ. മനസ്സിലായ? പുള്ളി പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്ത് പുള്ളി ഒരു 30 ലക്ഷം രൂപ കൊടുത്തൊരു വീട് വെച്ച് ആ വീടിന്റെ EMI അടക്കാനാണ് പുള്ളി ഇന്നും പണിക്ക് പോകണം. സംതിങ് പൈസ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ മറുപടി പറയണ്ടേ പുള്ളി എടുത്ത്? എനിക്കതിന് മറുപടി ഇല്ല. ഞാനും ഇല്ല ഏട്ടാ, കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് പോരും. ഞാനിപ്പോൾ ഇന്ന് താമസിക്കുന്നത് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്ടിലാണ്. 15,000 രൂപയാണ് എൻ്റെ വാടക. എനിക്ക് 2 കാറ് 3 കാറ് പറിക്കുന്ന സ്ഥലമുണ്ട്. എളമക്കരയിലാണ്. ഇന്ന് അവിടുത്തെ ലാൻഡ് വാല്യൂ എന്ന് പറഞ്ഞത് 1.7 lakhs, 17 ലക്ഷം രൂപയാണ് സെന്റിന്. അവിടെ 20 ലക്ഷം രൂപയുടെ സെന്റിനുണ്ട്. 10 സെന്റ് സ്ഥലം കാണുന്നുണ്ട് അവിടെ. ഞാൻ അതേപോലെ ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ച് ഞാൻ അവിടെ താമസിക്കണമെങ്കിൽ എനിക്ക് മിനിമം 2 കോടി രൂപ ഉണ്ട്. മിനിമം ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീട്, ഒരു നല്ലൊരു വീട് താമസിക്കാനായിട്ട് 2 കാറ് പറിക്കുന്ന വീട് ഉണ്ടെങ്കിൽ 2 കോടി രൂപ ഇന്ന് വേണം. 15,000 രൂപയ്ക്ക് എനിക്ക് അവിടെ താമസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ 2 കോടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ 2 കോടി വെച്ച് എനിക്ക് 2 ഹോട്ടൽ നടത്തി കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് ആ പൈസ തിരിച്ചു പിടിക്കാൻ പാടില്ല. അപ്പം ഞാൻ വീട് വെക്കണോ ബിസിനസ് നടത്തണോ? എബിൻ പറയും ബിസിനസ് നടത്താം. ഈ 15,000 രൂപക്ക് 2 കോടിയുടെ EMI ആവും. കുറെ എടുക്കും. 50,000 രൂപക്ക് 2 കോടിയുടെ EMI ആവും. ഇല്ല, കിട്ടൂല. അതെ, EMI വരുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഹോൾഡായി, റെസ്ട്രെയിൻഡ് ആയി അല്ലേ. എല്ലാ മാസവും അതടയ്ക്കണം എന്നുള്ളൊരു സംഭവത്തിലോട്ട് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബിസിനസ്സിലോട്ട് കയറാൻ സമ്മതിക്കാത്ത ഒരു സാധനമാണ് EMI. ഉണ്ട്, എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യണോ, ജോലി ഫിക്സഡായ സാലറി കട്ടായി കഴിഞ്ഞാൽ EMI മറ്റേത് മറിച്ചത് എന്ത് ചെയ്യും? അതായത് 50,000 ശമ്പളക്കാരൻ അടുത്ത 10 വർഷത്തേക്കുള്ള സാധനം ഇപ്പോഴും EMI എടുത്ത് വെച്ചേക്കണം. പിന്നെ അവൻ എങ്ങനെ ബിസിനസ്സിലോട്ട് ഇറങ്ങും? ബിസിനസ്സിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ദമ്പടി വേണമെന്ന് പറയും. ഇവിടെ ഒരു മാസം ശമ്പളം കിട്ടില്ലെങ്കിൽ EMI മുടങ്ങും, എല്ലാം മുടങ്ങും. അങ്ങനെ വേണം എങ്ങനെ ബിസിനസ് ചെയ്യാൻ? അപ്പൊ EMI ഒരു വലിയൊരു നമ്മളതിനെ ഒരു സാധാരണക്കാരനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് EMI. നമ്മൾ നോക്കി ബിസിനസ്, പിന്നെ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം സിവിൽ സ്കോർ വളരെ പെർഫെക്റ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ഒരു ബിസിനസ്സിന് ഏറ്റവും വേണ്ടത് പൈസയാണ്, റോൾ ചെയ്യാൻ. അത് ബാങ്കുകാർ തരും. പക്ഷെ അവർ നോക്കും, കംപ്ലീറ്റ് അടിച്ചു പെറുക്കും, എന്നിട്ട് തരുള്ളൂ. എനിക്കൊരു ബാങ്കുകാരും തന്നിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് കത്തിയപ്പോൾ നമ്മുടെ ഇതിന് റെസ്റ്റോറൻറ്റിന് ഇൻഷുറൻസ്, അതായത് നമ്മൾ കട കത്തുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ 1 മാസം മുന്നേ ഇൻഷുറൻസ് തീർന്നു.
അത് നമ്മുടെ ഓണറാണോ എടുത്തേക്കുന്നത്? നമ്മളെടുത്തേ. അതിൻ്റെ അത് ഇൻഷുറൻസ് തീർന്നു. അപ്പം ഞാനിത് റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പോൾ ഇൻഷുറൻസുകാരനെ പറഞ്ഞു, ചേട്ടാ ഇതും കൂടി പണിയണല്ലേ, അപ്പം 2 ഷട്ടറും കൂടി കുറച്ചും കൂടി വോളിയം കൂടുതൽ നമുക്ക് എടുക്കാം എന്നും പറഞ്ഞിട്ട് ഞാനത് റിന്യൂ ചെയ്തില്ല. അതുകൊണ്ട് ഒന്നും പറയാനൊന്നുമില്ല. പോയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിനി എന്ത് നെക്സ്റ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയല്ലോ. അപ്പം അത് എനിക്ക് പറ്റിയത് എൻ്റെ കൊറോണ സമയത്ത് എനിക്ക് 2-3 ക്രെഡിറ്റ് കാർഡുകൾ സെറ്റിൽ ചെയ്ത്, എൻ്റെ കാർ ലോൺ സെറ്റിൽ ചെയ്ത്, അങ്ങനെ കുറേ സെറ്റിൽമെൻറ്റ് വന്നുകൊണ്ട് എനിക്ക് ബാങ്കുകാർ ആരും ഇപ്പോൾ ലോൺ തരില്ല. ഞാൻ ഈ ലോകത്തില്ലാത്ത പലിശ കൊടുത്തിട്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകണം. ഈ ലോൺ എടുത്തിട്ട് ഇപ്പോൾ കാക്കനാട് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എടുത്ത് ലോൺ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ അവർ തന്നെ എനിക്ക് പറഞ്ഞു, പ്രൈവറ്റാണ്, നല്ല പലിശയുണ്ട്. അപ്പോൾ അവർ തന്നെ സന്ദീപ് അടുത്ത പ്രൊജക്റ്റിൽ ഞങ്ങൾ സ്പോൺസർ ചെയ്തേക്കാം, ഞങ്ങൾ ഫണ്ട് തരാം. ഓക്കെ ഫൈൻ. ആ വിശ്വാസം അവർക്ക് ഒരു ദിവസം മുമ്പ് തുടങ്ങിയില്ല. അപ്പോൾ നമ്മൾ അപ്പം അത് ആ വിശ്വാസം നേടിയെടുക്കാണ്ട് എനിക്ക് 3-4 കൊല്ലം കൊടുത്തു. അപ്പോൾ അത് നേരെ മറിച്ച് ഇപ്പോൾ ഒരു കമ്പനി ഗ്രോ ആയി അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് കയറാൻ അവൻ്റെ ഈ ഫണ്ട് വേണം. ഫണ്ടില്ലെങ്കിൽ ബാങ്ക് തരും. ബാങ്കിനറിയാം ഇത് ഗ്രോ ആവൂല എന്നൊക്കെ, പൊട്ടന്മാരെല്ലാം. പക്ഷേ അവന് സിബിലില്ലേ, ബാങ്ക് തരില്ല. എന്തൊക്കെ കാണിച്ചാലും ബാങ്ക് തരില്ല. അതുകൊണ്ട് ബിസിനസ്സുകാരനാണ് ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ നിങ്ങൾ അടുക്കൻ ചിട്ടയോടുകൂടി പോകുക. എനിക്കത് അടുക്കൻ ചിട്ട ഉണ്ടായില്ല. കാരണം അടുക്കൻ ചിട്ട വെക്കാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല അന്ന്. കുടുംബം നോക്കൂ, അടുക്കൻ ചിട്ട നോക്കൂ, സിബിൽ സ്കോർ നോക്കൂ, കുടുംബം നോക്കൂ എന്നുള്ള ചോദ്യം നിന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ സെലക്ട് ചെയ്ത് അത് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ലൈഫിൽ അത് എഫക്റ്റ് ചെയ്തു. വളരെ ഞാൻ എല്ലാവരോടും പറയും, പിന്നെ അതിൽ ആര് ബിസിനസ് ചെയ്യാൻ നോക്കിയാലും സിബിൽ സ്കോർ ഒരു കാരണവശാലും താഴെ പോകരുത്. ആ ഒരു ക്വാളിറ്റി ഓഫ് ബാങ്കിങ് നമ്മൾ കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് ബാങ്കിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊരു പരിധിക്കുള്ളിൽ വളരാൻ പറ്റില്ല. നമ്മൾ എത്ര ഏത് വലിയ കോടീശ്വരനായാലും അവൻ കോടി മേളിൽ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടാവും. അതാണ് ബിസിനസ് ചെയ്യണമെങ്കിൽ പൈസ വേണം. ബാങ്കിൽ നിന്ന് നമുക്ക് കടം വാങ്ങിക്കാം, ലോൺ എടുക്കാം. എന്തിനാണെന്ന് അറിയാമോ? ഈ ഒരു കടമുറി നമ്മൾ പണിത് കച്ചവടം കൂടി അടുത്ത ഷട്ടറും കൂടി നമുക്ക് കുറച്ചും കൂടി സ്പേസ് ആക്കണം, അല്ലെങ്കിൽ ബിസിനസ് കുറച്ചും കൂടി വലുതാക്കാൻ നമുക്ക് കടം വാങ്ങിക്കാം. നോ ഒരു തെറ്റൂലേ. പക്ഷേ സ്റ്റാഫിന് ശമ്പളം ഈ മാസം കൊടുക്കാനില്ല. ലോൺ എടുത്ത് സ്റ്റാഫിന് ശമ്പളം കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ അവിടെ പൂട്ടാനുള്ള ലക്ഷണങ്ങളാണ്. അത് പൂട്ടാനുള്ള ഒരു റെസ്റ്റോറൻറ്റ് 3 മാസം കഴിയുമ്പോഴേക്ക് ഈ റണ്ണിങ് കോസ്റ്റ് കണ്ടില്ലെങ്കിൽ ഇതേപോലത്തെ വിഷയങ്ങൾ വരും. റണ്ണിങ് കോസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് വെച്ച് എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു, അത്രയും സ്റ്റാഫിൻ്റെ ശമ്പളം, അത്രയും സ്റ്റാഫിൻ്റെ താമസത്തിൻ്റെത്, അത്രയും സ്റ്റാഫിൻ്റെ ഭക്ഷണം, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ഇതെല്ലാം കച്ചവടം 0 ആണെങ്കിലും ഇതിൽ വരും. വരില്ലേ? 5 സ്റ്റാഫ് 500 രൂപയാണെന്നുണ്ടെങ്കിൽ 2000 രൂപ 2500 രൂപ ഒരു ദിവസം വന്നേ കൊടുക്കണ്ടേ? 5 ദിവസം 500 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേര് 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2500 വന്നു. മുതലാളിക്ക് ഒരു 500 കൂട്ടിക്കോ. 3000 രൂപ ഇൻറ്റു 30 എത്രയായി? ഇൻറ്റു 10 90,000 കയറിയില്ലേ ഒരു മാസം വന്നേ. ഇത് ശമ്പളത്തിൻ്റെ കാര്യമാണ്. അപ്പൊ ഇത് കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും ഈ എമൗണ്ട് അവിടെ വെക്കണം. ഇനി ഈ എമൗണ്ട് ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ എത്ര രൂപ കച്ചവടം നടക്കുമെന്ന് ചിന്തിക്കണം. ഇപ്പൊ 1 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ 3 ലക്ഷം രൂപ കച്ചവടം നടത്തേണ്ടി വരും, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കച്ചവടം നടത്തേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ പഴയ പോലത്തെ ഒരു 30% ഫുഡ് കോസ്റ്റ് എടുത്താലും നമ്മുടെ കയ്യിലോട്ടൊരു 10%, 15% വരുള്ളൂ. ഇപ്പം നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ മാക്സിമം ലാഭം ഒരു 15-20% കിട്ടുള്ളൂ. അപ്പം നമ്മൾ അത് കണ്ടിട്ട് അത്ര 6 ലക്ഷം രൂപക്ക് സെയിൽ നടന്നാലേ എനിക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടുള്ളൂ എന്ന കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ 2 ലക്ഷം ലാഭം കിട്ടുള്ളൂ, ബ്രേക്ക് ആവുള്ളൂ. 6 ലക്ഷം രൂപ പ്രൊഡക്റ്റിന്റെ റേറ്റും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടണം. 6 ലക്ഷത്തിന്റെ സെയിൽ നടത്തണമെങ്കിൽ എത്ര ലക്ഷം പ്രൊഡക്റ്റ് റേറ്റ് നോക്കണമല്ലോ. ആ പ്രൊഡക്റ്റ് റേറ്റ് കൂടി നമ്മൾ കൂട്ടുമ്പോഴേ നമുക്ക് എക്സാക്ട്ലി ഒരു മാസം റണ്ണിങ് കോസ്റ്റ് ഉള്ളൂ. ആ ഒരു മാസം റണ്ണിങ് കോസ്റ്റ് ഇൻറ്റു 3 അല്ലെങ്കിൽ 6 അത് നമ്മുടെ കയ്യിലുണ്ടാക്കുന്ന കച്ചവടം തുടങ്ങാൻ മുന്നേ. അല്ലാതെ ഈ പണിക്ക് ഇറങ്ങിയാൽ പാടും. എനിക്ക് ഓർമ്മയുണ്ട്, പാടാത്തവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പാടാത്തവരുണ്ട്. അവര് ലക്ക്, മനസ്സിലായില്ലേ, ലക്ക് അവർ ഏരിയകൾ പോകും. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് ഈ പരിപാടി അറിയില്ല.
പാലിയോട് വെച്ച് അറിയാൻ പറ്റും മോനെ. ആദ്യം 2 മാസം കഴിയുമ്പോഴേക്കും തേങ്ങ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല, വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കച്ചവടം വന്നിട്ട് നോക്കാന്ന് വരും. കച്ചവടം വന്നില്ലെങ്കിൽ എന്തി മോതിരം വെക്കുക, മാലമണം വെക്കുക. ഇങ്ങനെ ഒരു 6 മാസം മുമ്പ് അറിയാൻ പറ്റും കൂട്ടണോ വേണ്ടേ. ഇതാണ് റീസൺ. അതാണോ ഇപ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സ് നമ്മുടെ ചുറ്റും തുടങ്ങുന്ന കാണാം. കൂടി വന്ന ഒരു 3 മാസം 6 മാസം അത് കഴിഞ്ഞ് ഡൺ. പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് മാക്സിമം കാലാവധി 6 മാസം. പിന്നെ ബ്ലാക്ക് പൈസ ഉള്ളവർക്ക് കളിക്കാനാണെങ്കിൽ 1 വർഷം 2-5 വർഷം നോക്കി. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോഴും നല്ല പോളിഷ് ആയിട്ട് ഇട്ടേക്കണതാണ്. ഒരു കച്ചവടമില്ല. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. സീരിയസ്ലി ഞാൻ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ ഫുഡും ഒരു ഇതുമില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് റണ്ണിങ് ഉണ്ട്, 10-15 സ്റ്റാഫ് കൂടെ ഉണ്ട്, ഓൺലൈൻ കച്ചവടം കാണുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഒരു ബിസിനസ് ചെയ്യുന്ന, ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന എനിക്കറിയാം അതിൻ്റെ വാടകയും അതിന് എന്ത് വരുമാനം ഉണ്ടെന്നും അതിൻ്റെ AC ചാർജും ഫുഡ് കോസ്റ്റ് എത്ര ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിലത് ഒരു ഷോ, ചിലർക്ക് എനിക്ക് അവിടെ കൊച്ചി റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് പറയാൻ വേണ്ടി നോക്കുന്നത്. അല്ലെങ്കിൽ ഇത് പോയി അത് പൂട്ടിയിട്ടായിരുന്നു 4 പേര് പറഞ്ഞത് മോശമായതുകൊണ്ട് കൂട്ടാത്തുണ്ടാവും. കഫേ കോഫിയുടെ എങ്ങനെയാണ് പെണ്ണ് വന്നപ്പോഴേക്കും കളി മാറിയതുണ്ട്. കഫേ കോഫിയുടെ ആൾ സൂയിസൈഡ് ചെയ്തപ്പോൾ പുള്ളിക്കത്തി നഷ്ടമായ സംഭവങ്ങളൊക്കെ പൂട്ടിക്കും. നഷ്ടമായ എല്ലാ സംഭവങ്ങളും പൂട്ടിയപ്പോഴാണ് ലാഭമുള്ളത് മാത്രമേ ഓടുന്നുള്ളൂ. കോടികൾ കടമുണ്ടായത് കുറഞ്ഞൊന്നും കണ്ടില്ലേ. ചിലവർക്ക് കൂട്ടാൻ പറ്റൂല. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആവും എന്ന രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. ഇത്ര രൂപയുടെ കച്ചവടമാണ് നമ്മൾ പ്രതീക്ഷിക്കണേ. അതിനുള്ള സാധനം നമ്മുടെ പൈസ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒന്ന് സ്റ്റാഫ് നിൽക്കില്ല. സ്റ്റാഫിൻ്റെ മുന്നിൽ നമുക്ക് ഈ കഞ്ചൂസ് പരിപാടി പറ്റത്തില്ല. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടി എന്നാലും സ്റ്റാഫിനൊരു വിശ്വാസം ഉണ്ട്. അവൾ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെച്ചമുണ്ട്. തിരക്കുള്ള സ്ഥലത്ത് സ്റ്റാഫ് നിൽക്കുള്ളൂ, തിരക്കില്ലാത്തവർക്ക് സ്റ്റാഫ് നിൽക്കില്ല. അവരിങ്ങനെ പോയിക്കണം. അവർക്ക് പേടിയാ ശമ്പളം കിട്ടും. മുതലാളിക്ക് പൈസ കിട്ടിയാലേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. അപ്പം അതൊക്കെ ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗങ്ങളാണ്. പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നിൽക്കുന്നവരോട് ചേട്ടന് പറയാനുള്ളൊരു അഡ്വൈസ് എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബൺമസ്ക, നമ്മുടെ ചായ കപ്പിൾസ് ഉണ്ട്, അങ്ങനെ പുതുതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ബൺമസ്ക ചായ കപ്പിളോട് നിൽക്കട്ടെ, കാരണം അതിന്റെ ബിസിനസ് അത് കണ്ട് വേറെ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എത്ര ഉണ്ടാവും കണ്ടറിയാം. പക്ഷെ ഇവിടെ കാണും അത് നമുക്കറിയാം. കാരണം അവരിപ്പോ ഈവൻ അവര് ബൺമസ്കൻ ചായ അല്ല, അവരുടെ ഇൻസ്റ്റാഗ്രാം വരെയും അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അവർക്ക് ബൺമസ്ക് ചായക്കാൾ കൂടുതൽ വരുമാനം വേറെ ഇത് കിട്ടി തുടങ്ങുകയും ബ്രാൻഡാവും. ഓക്കെ, പക്ഷെ അത് കണ്ട് ബാക്കിയുള്ള ഒരു ബൺമസ്കയും കാര്യമില്ല. അത് അതിനുള്ളതില്ല. ബൺമസ്ക അത്രയും ഹൈപ്പ് ഉണ്ടാക്കി ലക്ഷങ്ങൾ കഴിഞ്ഞു. അത് കാരണം അതിനേക്കാൾ നല്ല ബട്ടർ ബണ്ണും ക്രീം ബണ്ണും വന്നിട്ട് കയറി പോയിട്ടില്ല. അപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു കാലാവധി ഉണ്ട്. അത് കഴിയുമ്പോൾ ബബിൾ പോലെയാണ്, അത് പൊട്ടും പോകും. ഇവരുടെ അങ്ങനെയല്ല. ഇവര് ബൺമസ്കല്ല സെല്ല് ചെയ്യണേ. അവർ സെല്ല് ചെയ്യുന്നത് വേറെ കുറെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് 2 മണിക്കൂർ വരെ ക്യൂ നിന്ന് ആൾക്കാർ സാധനം വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കാതെ. ഞാൻ പോയി നിന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് റീസൺ? സംഭവം നല്ല ഫുഡാണ്, കുറ്റമൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഈ വെറുപ്പിലുള്ള ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹൈപ്പില്ല. പക്ഷെ എന്താണ് കാരണം? നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അവരോട് തോന്നുന്നൊരു ചെറിയൊരു ഇഷ്ടമുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. അതാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പൊ അത് വേറെ രീതിയിൽ പുതിയതായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ, റെസ്റ്റോറൻറ്റ് ഒരു 2 വയസ്സുള്ളൊരു കുഞ്ഞാണ്, അത് വളരില്ല. സന്ദീപേട്ട, മേജറായിട്ട് ഒരു വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് നേരെ ഓൺടർപ്രനർഷിപ്പിലോട്ട് പോകുമ്പോഴും ആൻഡ് ഓൺടർപ്രനർഷിപ്പ് ടു ബിസിനസ്സിലോട്ട് പോയപ്പോഴും വാട്ട് വാസ് യുവർ മൈൻഡ് സെറ്റ് ചേഞ്ച്? അതിനെപ്പറ്റി ഒന്ന് പറയാം. എന്റർപ്രണർ സാലറി ഗായ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എൻ്റെ കാര്യം വിട്ട് നമുക്ക് പൊതുവെ ഒരു കാര്യം നോക്കാം. ഒരു ശമ്പളം വാങ്ങിക്കുന്ന ഒരു കോടീശ്വരന് ഒരു പേര് പറ. ശമ്പളം വാങ്ങിക്കുന്ന ഒരു കോടീശ്വരൻ, സാലറിയുടെ കോടീശ്വരൻ, ഗൂഗിളിന്റെ CEO ഉണ്ട്. എത്ര നാളത്തേക്കുണ്ട്? വളരെ കുറച്ച്. എനിക്കും കിട്ടാനുള്ള പേര് ഗൂഗിൾ CEO അല്ലെങ്കിൽ ആപ്പിളിന്റെ CEO ഇതൊക്കെ ഉള്ളൂ. പക്ഷെ അതൊക്കെ എത്ര നാള്, അതിൻ്റെ പരിധിയുണ്ട്. അത് കഴിഞ്ഞത് മാറി. അപ്പൊ നമുക്കൊരു നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ജോലി വർക്കൗട്ട് ആവില്ല. ഇപ്പൊ എക്സാമ്പിൾ, ഒരു ജോലി ചെയ്ത്, അതായത് ഒരു ജോലിക്കാരൻ വർഷങ്ങളോളം ജോലി ചെയ്ത് ഒരു 10-65 വയസ്സായി നോക്കുക. പുള്ളിയുടെ കയ്യിൽ സ്വന്തമായൊരു വീടുണ്ടാവും. നമ്മൾ കാണുന്ന നമ്മുടെ കൺമുമ്പിലെ കാഴ്ചകളാണ് പറഞ്ഞത്. പുള്ളിക്ക് സ്വന്തമായൊരു വീടുണ്ടാവും, ഭാര്യ
2 മക്കൾ. 2 മക്കൾ മിനിമം കാണും. ഒരു 50 ലക്ഷം രൂപ പുള്ള ബാങ്കിലുണ്ടാവും. PF ES PF മറ്റേതും ഒക്കെ പിടിച്ച് പുള്ളി സേവിങ്സ് എല്ലാം കൂടി 50 ലക്ഷം പുള്ള ബാങ്കിലുണ്ടാവും. വീടിന്റെ ലോൺ മിക്കവാറും ഒരു 5 കൊല്ലം മുന്നേ പുള്ളി അടച്ച് തീർത്തേക്കണേ. കാരണം 30 വർഷം എടുക്കും. 30 വയസ്സ് കഴിയാതെ പുള്ളിക്ക് വീട് നോക്കാൻ പറ്റത്തില്ല. 40 വയസ്സിലേക്ക് വീട് നോക്കണേ. പുള്ളി ആ ഒരു ജസ്റ്റ് ഒരു കുറച്ചാളും മുന്നെയാണ് പുള്ളി വീട് സ്വന്തമായിരുന്നത്. എത്രയും നാള് പുള്ളി പണിയെടുത്ത വീട് വാങ്ങിച്ചു. പുള്ളിയുടെ അപ്പൊ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആ വീടും 50 ലക്ഷം രൂപയാണ്. 65 വയസ്സിൽ പുള്ളി വന്നു 2 ലക്ഷം എടുത്തൊരു ഗോവക്ക് ട്രിപ്പ് പോയാലാ എന്ന് പുള്ളി അനക്കാൻ പറ്റും. പുള്ളിക്ക് അതിന് പൈസ പുള്ളിക്ക് അതിൽ നിന്ന് 1 ലക്ഷം രൂപ പുള്ളിയുടെ ആവശ്യത്തിന് പുള്ളിക്ക് എടുക്കാൻ പറ്റും. സമ്മതിക്കുമോ? മക്കൾ സമ്മതിക്കുമോ? വൈഫ് സമ്മതിക്കുമോ പുള്ളിക്കാരൻ്റെ? അല്ല 1 ലക്ഷം രൂപ നമുക്ക് മകളെ കെട്ടിച്ചു പോകും മറ്റ് അല്ലേ? പുള്ളിയുടെ ജീവിതം പുള്ളി 65 വയസ്സ് വരെ പണിയെടുത്ത് ഉണ്ടാക്കിയ പുള്ളിയുടെ മിച്ചം കിട്ടിയ പൈസയാണത്. അതിൽ നിന്ന് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പൈസക്ക് വേറെ അവകാശികളായി. ആ പൈസക്ക് വേറെ അവകാശികളുണ്ട്. മകന് ബിസിനസ്സിന് ആധാരം നോട്ടം, വീടിന്റെ ആധാരം പണയം വെച്ച് അടുത്ത പ്രൊജക്ട് റെഡിയാക്കാനായിട്ട് മൂത്തമ്മ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം പുള്ളിയുടെ സമ്പാദ്യങ്ങളാണ്. അപ്പൊ ബിസിനസ്മാൻ ആയില്ലെങ്കിൽ പണിക്കാരനായ ഇത്രയും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ ബിസിനസ് എന്താണെന്ന് അറിയാതെ പണി ചെയ്യുന്ന ഒരാൾക്ക് അതൊരു വലിയ സംഭവമായിരിക്കും. അത് വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. മനസ്സിലായി? അത് ഭയങ്കര അച്ചീവ്മെന്റ് ആയി. കാരണം 50 ലക്ഷം രൂപയുണ്ട്. 50 ലക്ഷം കാണത്തില്ല, എന്നാലും 50 ലക്ഷം രൂപ സ്വന്തമായിട്ടൊരു വീട് എന്ന പുള്ളി ഈ ഇത്രയും കാലം പുള്ളി പണിത് ഈ ജന്മം മൊത്തം പുള്ളി അതിലാണ് നിൽക്കും. നേരെ മറിച്ച് ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അവനിപ്പോൾ ഇന്നൊരു 1 ലക്ഷം രൂപ കിട്ടി. ആ 1 ലക്ഷം രൂപ അവനെങ്ങനെ 2 ലക്ഷമാക്കാം. അതെങ്ങനെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ബിസിനസ്സിൽ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്, അതായത് ബിസിനസ് ചെയ്ത് ഇൻകം ജനറേറ്റ് ആയി തുടങ്ങുമ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാമെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. സാലറി ആണെങ്കിൽ ഇന്നിപ്പോൾ 50,000 ശമ്പളം വാങ്ങിക്കുന്നു നോക്കുക. 1 കൊല്ലം കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അവൻ 50,000 തികയാണ്ട് വരും. അവൻ അതെങ്ങനെ സ്പെൻഡ് ചെയ്യാതിനെ പറ്റി ചിന്തിക്കണേ. കാരണം അവന് പൈസ ഇട്ട് വന്നോണ്ടിരിക്കണേ. അപ്പൊ ഇന്നത്തെ 50,000 പറ്റി കിട്ടുമ്പോൾ നാളെ അടുത്ത ആഴ്ച വരെയുള്ള കാരണം അവൻ പ്ലാൻഡാ. ചിലവര് 1 ലക്ഷം ശമ്പളം ആയി കഴിഞ്ഞാൽ അടുത്ത 3-4 കൊല്ലത്തേക്കുള്ള ഒരു പ്ലാൻ ചെയ്ത് EM എടുത്ത് വെക്കും. ശരി, ഇതാണ് ഈ ബിസിനസ്മാനും ഈ സാലറി കാര്യം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഇതാണ് പെർസ്പെക്റ്റീവ് തന്നെ മാറും. നമ്മൾ ഒന്നും കൂടി ഒന്ന് ഒതുങ്ങും. കാരണം നമുക്ക് വരും, പൈസ കിട്ടും, നമുക്കത് ബിസിനസ് ചെയ്ത് റെഡിയാക്കാം. സാലറിക്കായി അതല്ല, അവൻ അടുത്ത ജോലി ചെയ്യണം. എങ്ങനെയാണ് ഇവിടുന്ന് മാറി അടുത്ത കമ്പനി കുറച്ചും കൂടി പൈസ കിട്ടണം. എന്തിനാ? കുറച്ചും കൂടി നല്ലോണം സ്പെൻഡ് ചെയ്യാൻ. കുറച്ചും കൂടി നല്ലോണം അവൻ നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കണേ. അവന്റെ സാലറി കൂടുന്നതനുസരിച്ച് അവൻ കാർ മാറ്റും, അവന്റെ ജീവിത ശൈലി മാറ്റും, ഫോൺ മാറ്റും. അവൻ ആ സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടിരിക്കും. ലൈഫ് സ്റ്റൈൽ നല്ലതാ, ഒന്നും പറയാനൊന്നും. പക്ഷെ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമുക്കത് വേണോ? ഇപ്പം അത് വേണോ? ഒരു 10 ലക്ഷം രൂപ കിട്ടി, കാറ് വാങ്ങിക്കണോ അതോ അടുത്ത കടക്ക് അഡ്വാൻസ് കൊടുക്കണോ? നമ്മൾ ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ കടക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ആദ്യം ചിന്തിക്കും. എന്റെ പ്രശ്നങ്ങളാണ് ചിന്തിക്കണേ. എന്റെ ജോബിന്റെ അല്ലെങ്കിൽ എന്റെ ബിസിനസിന്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഗ്രൈൻഡർ 2 ഉള്ളൂ, ഒരെണ്ണോട് വാങ്ങിക്കണം എന്നാ ഗ്രൈൻഡർ ഇൻവെസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ പൈസ? കാറ് വാങ്ങിക്കാനും ബൈക്ക് വാങ്ങിക്കണം നമ്മൾ നിൽക്കൂല. നമ്മൾ എന്താണോ നമ്മുടെ ബിസിനസ്സിന് ആവശ്യം, ആ ആവശ്യം നമ്മൾ മനസ്സിലാക്കി ആ പൈസ ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഒരു സാലറിക്കായും ഒരു ബിസിനസ്സുകാരെന്നുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. പിന്നെ ബിസിനസ്സും സാലറി ജോബും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഒന്ന്, സാലറി ടൈം കഴിഞ്ഞാൽ തീർന്നു, വിഷയങ്ങളൊന്നുമില്ല. അവൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് അവൻ പോയി. അവൻ ബിസിനസ്മാൻ ആയി കഴിഞ്ഞാൽ ഇന്ന സമയമൊന്നുമില്ല, അവൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. എക്സ്പെഷ്യലി റെസ്റ്റോറൻറ്റ് ബിസിനസ്. റെസ്റ്റോറൻറ്റ് ബിസിനസ് ആണെങ്കിൽ 9 to 5, ബിസിനസ് ആണെങ്കിൽ ഫുൾ ടൈം. പക്ഷെ അതിൽ ഞാൻ പറയാലോ, അതിലൊരു നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ കംപ്ലീറ്റ് പണിയെടുത്താലും അത് നമുക്ക് വേണ്ടിയാണ് പണിയെടുക്കണേ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല പണിയെടുക്കണേ. അപ്പോൾ അതിൽ നമുക്കൊരു എൻജോയ്മെന്റ് നമുക്ക് ഉണ്ടാവും. അത് ബിസിനസ്സിൽ തരുന്നൊരു അഡീഷനാണ്. ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതും എല്ലാവരും വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതും 2 ഞാൻ ഇവിടെയുള്ള ചെറുപ്പക്കാരോട് എല്ലാവരോടും പറയും, നിങ്ങൾ ബിസിനസ് ചെയ്താൽ മതി.
എനിക്ക് പടിഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായില്ല. ഞാൻ എൻ്റെ ഒരു ദൈവമായിട്ട് എന്നെ കൊണ്ടൊന്നും ചേർത്താ. എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ എന്നെ കാണുന്ന പിള്ളേർ, കടയിൽ വരുന്ന പിള്ളേർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, ബിസിനസ് നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പൊ പല ടൈപ്പ് ബിസിനസ് ഉണ്ടല്ലോ, ഏത് ബിസിനസ്സും ചെയ്യാം. ചെയ്യുന്നത് ബിസിനസ് ആയിരിക്കണം. ഒറ്റയ്ക്ക് ചെയ്യാം, പാർട്ണർഷിപ്പ് വേണ്ട. പാർട്ണർഷിപ്പ് ചെയ്യാം നമുക്ക്. ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത്, എൻ്റെ അറിവായിട്ട് ഇപ്പൊ ഈ കൊച്ചു ഹൗസും ചിറ്റിലിപ്പള്ളിയൊക്കെ ചിലപ്പോൾ 1000 കോടി 500 കോടി ബിസിനസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ അത്രക്ക് വലിയ ആളൊന്നുമല്ല. ഞാൻ 2022 2023 ഞാൻ ചെയ്തത് 2.5 കോടിയായിട്ടാണ് അവർ 2023 2024 GST അടച്ച പൈസ പറഞ്ഞത്. പക്ഷേ ഈ 2.5 കോടി ടേൺ ഓവർ ഞാൻ നടത്തിയത് 350 സ്ക്വയർ ഫീറ്റും 9 സ്റ്റാഫും കൂടാണ്. ഡാമിനേറ്റ്ലി ഈ 2.5 crore ടേൺ ഓവർ ഞാൻ നടത്തിയത് 350 സ്ക്വയർ ഫീറ്റും 9 സ്റ്റാഫിലൊന്നും ഞാനും ഒന്നിന്റെ ഭാര്യ. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഞാൻ കോമൺ സാധാരണക്കാരനാണ്. എനിക്ക് കോടികളുടെ കഥ പറയാനായിട്ടില്ലേ. പക്ഷെ ആയത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 350 സ്ക്വയർ ഫീറ്റിൽ 2.5 കോടി ടേൺ ഓവർ നടത്താന്ന് പറഞ്ഞാൽ അത് ചെറിയ ടാസ്ക് അല്ല. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാനും ആദ്യം വന്ന് നോക്കുമ്പോൾ എന്തിനാ ഇവര് ചെറിയൊരു വഴിയാ, ആ വഴിയുടെ ചെറിയൊരു മുറി, ആ മുറിക്കാനാണ് ഇവർ ഇത്രയും പരിപാടി ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഷെഫ് എക്സ്പീരിയൻസ് മൊത്തം കൊടുത്താണ് ഞാൻ ചെയ്തത്. ഒരാൾക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യണം, വേർക്കരുത്. എക്സോസ്റ്റ്, അതായത് അവിടെ കാണണം, ഞാൻ എന്നെ തന്നെ കാണണേ. നാളെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇതിന് ദോശ ഉണ്ടാക്കണം. മനസ്സിലായില്ല? അപ്പം എക്സോസ്റ്റ്, ഫ്രഷ് എയർ ഒരാൾക്ക് നിന്ന് എടുക്കാവുന്ന രീതി. ഞാൻ ഡോൺ കൊളിയോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ. അത് ആ സമയത്ത് 2009 തോന്നുന്നു. ആ സമയത്ത് ദുബായിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ആകെ 6 പേരാണ് വർക്ക് ചെയ്യണേ. ആകെ 6 സ്റ്റാഫ് കിച്ചണിനകത്ത്. സർവീസ് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ 6 പേർക്ക് ഒരാൾ സ്റ്റേക്ക് നോക്കേണ്ട ആളാണ്. ഈ സോസ് സംഭവങ്ങളെല്ലാം ആ ലെവലിലാണ് സെറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ അവിടെ സെറ്റ് ചെയ്തത്. ദോശ അടിക്കണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും, അത്യാവശ്യം വേണമെങ്കിൽ സാമ്പാറും ഉണ്ടാക്കാൻ പറ്റും, ചട്നി ഉണ്ടാക്കാൻ പറ്റും. സത്യം. ചായ ഉണ്ടാക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കാൻ പറ്റും, ചായ ഉണ്ടാക്കാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, പാക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ സംഭവം. ബില്ലടിക്കണവന് സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ വെക്കാൻ പറ്റണം. അങ്ങനെ മൊത്തം ലിങ്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സെറ്റപ്പായിരുന്നു നമ്മൾ ആദ്യം നോക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ എൻ്റെ ബ്രദർ വിളിച്ചിട്ട് ഈ പരാജയമാണ്. അപ്പം നമ്മൾ എന്ത് ശരിയാണ്, നമ്മൾ ആ ഓരോ പൊസിഷനിലോട്ട് ക്യാഷിലോട്ട് ആളെ വെച്ച് അപ്ഡേറ്റ് ചെയ്ത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത്, ബില്ലടിച്ച സംഭവം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. ഇതിൻ്റെ ആൾക്കാരും സർവീസിലെ ആൾ വന്നു, കിച്ചണിലെ ആൾ വന്നു. അപ്പം നമ്മുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സ്റ്റാഫിനെ കൂട്ടുക മീൻസ് നമ്മുടെ ലാഭത്തിന്റെ വീതം പോവുക. അങ്ങനെ കാണുന്നവർക്ക് അത് അങ്ങനെ കാണാം. പക്ഷേ വേറെ കാര്യമുണ്ട്, എൻ്റെ ലാഭത്തിന്റെ വീതം കൊടുത്തിട്ട് ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ സമയമാണ്. മനസ്സിലായി? അതായത് ഇപ്പൊ 2 സ്റ്റാഫിനെ ഞാനവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. 2 സ്റ്റാഫിനെ കൂട്ടിയിട്ട് അവന്റെ പൈസ പോകും എന്ന് വിചാരിച്ചാൽ അത് വേണ്ട, ഞാൻ തന്നെ പോയി നിൽക്കാമെന്ന് വിചാരിക്കണത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നമ്മുടെ സമയം, ബിസിനസ്മാന് വേണ്ട ഏറ്റവും വലിയ സമയം. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതും തിരിച്ചറിയാൻ പോകുന്നതുമാണ് സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വില. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ, സ്വിഗ്ഗി ആപ്ലിക്കേഷനും ഈ പോർട്ടർ ആപ്ലിക്കേഷനും എന്താ ഇത്ര ഇതായത്? എനിക്ക് MG റോഡിൽ നിന്ന് സാധനം എടുക്കണമെന്നാണെങ്കിൽ ഞാൻ 150 രൂപ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടുന്ന് കാറായിട്ട് പോയിട്ട് അവിടെ പോയി സാധനം ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക്? എബിനൊന്നും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എബിന് ഒരു പേപ്പർ വാങ്ങിക്കാണ്ട് MG റോഡിൽ പോകണം. എബിന് കാർ എടുത്ത് പോകാൻ പറ്റുമോ? ഇപ്പോൾ എബിന് അതിന് 500 ആണെങ്കിൽ എബിൻ കൊടുക്കും. കാരണം എബിന് എനിക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ടൈം, നമ്മൾ പ്രഷ്യസ് ടൈം നമ്മളിൽ എടുക്കുക. എന്നിട്ട് ആ സമയത്തിന് പറ്റിയ, അപ്പൊ ഞാനിപ്പോ മാനേജറുണ്ട്, എനിക്ക് 2 കടയിൽ 2 മാനേജർമാരാണ്. അപ്പൊ ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് പകരക്കാനായിട്ട് നിൽക്കുന്ന ആളാണ്. എൻ്റെ സമയത്തിനാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നത്. അപ്പൊ നിങ്ങൾക്കുടെ പൈസ ഇസ്ക്വൽ ടു എൻ്റെ സമയം. അപ്പൊ ആ ക്വാളിറ്റി എനിക്കിവിടെ കിട്ടണം. അത് അത്രേ ഉള്ളൂ. അതായത് ഞാനല്ല, കാരണം എനിക്ക് പകരം നിൽക്കണേ. എൻ്റെ സമയമാണ് നിങ്ങൾക്ക് ഞാൻ സാലറി ആയിട്ട് തരുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ സമയം ഞാനും എടുക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആ ക്വാളിറ്റി അവിടെ കാണിക്കണം. അങ്ങനെ നമ്മൾ ഇപ്പൊ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യത്തിൽ ഞാനിപ്പോ ഈ ബ്ലാക്ക് ബനിയാൻ അന്നും ഇത് തന്നെ ഇട്ടേക്കണേ. എന്നെ എബിൻ കണ്ടു തുടങ്ങിയ കാലം മുതലേ
ഞാൻ ഇട്ടേക്കുന്ന ഈ സെയിം കമ്പനിയുടെ ഈ സെയിം ബനിയനാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലമാര തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ കംപ്ലീറ്റ് ബ്ലാക്ക്, താഴെ കംപ്ലീറ്റ് ബ്ലൂ ജീൻസും. വേറെ നാളെ എന്താ ഇടണേ, ഇന്നലെ എന്താ ഇട്ടേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് തേക്കണ്ട, ഈ മെറ്റീരിയൽ അങ്ങനെയാണ്. അലക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ സാധനം എടുക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനൊരു നമ്പറുണ്ട്, ജോക്കിയുടെ മാനേജർ വിളിച്ച് പറഞ്ഞാൽ ആ നമ്പർ വീട്ടിൽ കൊണ്ട് തരും പുള്ളി 10 എണ്ണം. 6 മാസം കൂടുമ്പോൾ 10 എണ്ണം കൊണ്ടുവരും. ഓരോ 6 മാസം 10 എണ്ണം വെച്ചിട്ട് എനിക്ക് ഇതിന് പോകണ്ട, ഷോപ്പിങ്ങിന് പോകണ്ട. പിന്നെ പോണത് വൈഫായിരുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വൈഫിൻ്റെ അടുത്ത് ഇനി ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അവൾക്ക് താല്പര്യമില്ല. അപ്പൊ എൻ്റെ ആവശ്യം സമയം, എൻ്റെ സമയം ലാഭിച്ച് ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് പിന്നെ പുള്ളിക്കാരത്തേക്ക് കൊണ്ട് വീട്ടിലിട്ടിട്ടത് ഞാൻ ഇതിൻ്റെ ഒരു കാര്യമില്ല. ഒരുമിച്ച് യാത്ര ചെയ്യണവരാ. അവള് മേക്കപ്പ് ഇടാൻ സമയം എടുക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് സമയം എടുക്കുന്നതും ഞാൻ സമയം എടുക്കാത്തതൊന്നും വണ്ടിക്ക് ഇരുന്ന് കളയണതും സെയിമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 4 സെറ്റ് വാങ്ങിച്ച അവളുടെ അലമാരിക്കകത്ത് അങ്ങോട്ട് വെച്ച് എന്നിട്ട് പറഞ്ഞു വല്ലപ്പോഴും കിട്ടാൻ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, കാറിൽ കയറുന്ന ഓടി വിടും. അവള് ബാത്റൂമിൽ കുളിക്കുമ്പോൾ തുടങ്ങി ഞാൻ ഓടി തുടങ്ങും. എന്ത് ചെയ്യും, ഒരു തൽക്കാലം ചുരിദാർ ഇതിട്ട് തുടങ്ങി ഇപ്പൊ 3 വർഷമായിട്ട് അവൾ ഇത് സെയിം ബ്ലാക്ക്. ചില സമയത്ത് കളേഴ്സ് വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ഗ്രേ ഒക്കെ ഉണ്ടാവും. പക്ഷെ സമയം ഇന്നലെ എന്തിട്ടു, കഴിഞ്ഞ കല്യാണത്തിന് പോയപ്പോൾ എന്തിട്ടേ, അങ്ങനെ ചിന്തകളൊന്നുമില്ല. കംഫർട്ടബിൾ ആണ്. പിന്നെ കാണുന്ന ഒരു മൈസൂർ രാമൻ ഇഡ്ലിയുടെ ഓണറിന് ബിരിയാണി വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് ചിന്തിക്കുന്നവർ ചിന്തിച്ചോട്ടെ, എനിക്ക് വിഷയമില്ല. നമ്മൾ മറ്റൊരുപടി ചിന്തിക്കുന്നില്ലല്ലോ, നമ്മൾ നമ്മളായിട്ട് നോക്കിയാൽ പോരെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മാറും. ഇതെല്ലാം നമ്മുടെ ലൈഫിന് ചേഞ്ച് വരുന്നത് നമുക്കൊരു അടക്കം ചിട്ടയും വരും. നമ്മൾ കുറച്ചും കൂടി ആൾക്കാരിലോട്ട് ഇറങ്ങിച്ചെല്ലും. ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാരെ കുറെ മനസ്സിലാക്കാൻ പറ്റും. ജോലി ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരും ചിന്തിക്കില്ല, നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. ജോലി ചെയ്യുന്നു, കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, മൊബൈലിൽ നോക്കിയിരിക്കും. മറ്റേത് അങ്ങനെയല്ല, നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയി മാറും. നമ്മൾ മാർക്കറ്റിൽ എന്താണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കപ്പിൾസ് ചായ, ബൺമസ്ക, അവരെന്താ സെല്ല് ചെയ്യണേ, എന്താ സ്റ്റോറിയാണ് അവര് സെല്ല് ചെയ്യുന്നത്. ബൺമസ്ക അല്ല, അവര് സെല്ല് ചെയ്യണ ക്വാളിറ്റിയാണ്, ക്വാളിറ്റി ഓഫ് ഹോസ്പിറ്റാലിറ്റി. നല്ല ഹോസ്പിറ്റാലിറ്റി, വന്നവരോട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അവരോട് ക്രിയേറ്റ് ചെയ്യണം, നല്ലൊരു റിലേഷൻഷിപ്പാണ് അവരോട് സെറ്റ് ചെയ്യണേ. ഇത് ആ ബൺമസ്ക കഴിക്കുന്ന എന്താ ബൺമസ്ക, ഇപ്പൊ ഓരോരുത്തരും ഇനി വന്നു തുടങ്ങും, ഇനി ഒരുപാട് വീഡിയോ വരും, ഇതാണ് ബൺമസ്ക എന്ന് ചോദിക്കുന്നവരുണ്ട്. അവര് ബൺമസ്ക അല്ല സെല്ല് ചെയ്യണേ, അവര് സെല്ല് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് ലവ്, ആ കപ്പിളുടെ ആ ക്യൂട്ട്നെസ്, അവർ ആ വന്നവരോട് കാണിക്കുന്ന മര്യാദ, അതാണ് ആ സെല്ല് ചെയ്യണേ. അവിടെയാണ് ബിസിനസ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പൊ ഇവരുടെ കട തുടങ്ങിയപ്പോഴും ചേട്ടൻ വരുന്ന എല്ലാവരുടെ അടുത്തും നല്ല സൗമ്യമായി സംസാരിച്ച് ഇതാണ് നല്ലത്, ഈ പൊടി ഇഡ്ഡലി കഴിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി അടുത്ത് ഇതേ കേൾക്കാറുള്ളൂ. പക്ഷെ സന്ദീപന്റെ അടുത്ത് വന്നാൽ ഇതൊന്ന് കഴിച്ചു നോക്കട്ടോ, നല്ല കഴിച്ചു കഴിഞ്ഞ് പിന്നെ അത് ചോദിക്കും ഇത് സംഭവം. ചിലപ്പോ അവന് ഇഷ്ടമല്ലെങ്കിൽ അവൻ പറയും നല്ലതാണ് സന്ദീപ് എന്ന് പറഞ്ഞു. അത് വേറെ നിവർത്തിയില്ല, ഓപ്ഷൻ കൊടുക്കണില്ല നമ്മള്. മനസ്സിലേ, ഈ ഫുഡിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് സാർ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവനെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാറുള്ളൂ. ഫുഡ് ഉപ്പ് കൂടുതലാണോ കുറവാണോ, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുറ്റങ്ങൾ അവിടെ ഇല്ല, നെഗറ്റീവ് തീർന്നു. നെഗറ്റീവിനെ പറ്റി അവൻ ചിന്തിക്കത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ് കുറ്റമാണെന്ന്. ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത് മനസ്സിലല്ലേ. അപ്പൊ അവൻ പോസിറ്റീവ് സംസാരിക്കുള്ളൂ ആരായാലും. അപ്പൊ നമ്മൾ കസ്റ്റമർ ഡീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്ന കസ്റ്റമറോട് സൗമ്യമായി മാന്യമായി പെരുമാറുക ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് വന്ന കസ്റ്റമറോട് ഒന്ന് ചിരിച്ചും കണ്ടും ഒന്ന് സംസാരിച്ച് ഓർഡർ എടുക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. ഒരു പരിധി കൂടുതൽ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ബൈ. നീ അറ്റ്ലീസ്റ്റ് ചിരിയെങ്കിലും ചിരി. വന്ന കസ്റ്റമർ ഒന്ന് നിന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കട പോയി, നീ സർക്കാർ ജോലിക്കാരും ഇരിക്കല്ലേ, ഒന്ന് ചിരിക്ക. എത്ര തവണ ഞാൻ പറഞ്ഞു എല്ലാ സ്റ്റാഫുകളും. പക്ഷെ പലർക്കും പല മൂടായിരിക്കും. പലർക്കും ഇപ്പൊ എംപ്ലോയി നമ്മളെ സംബന്ധിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം സാലറി അല്ല, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതാണ്. നേരെ കുറിച്ചിട്ട് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാലറിയാണ്. അവന് 100 വർഷങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി ചെന്ന് ചെയ്യണത് ഈ ആകെയുള്ള സമയം ഇവിടെ കസ്റ്റമർ ഒച്ചപ്പാടുണ്ടാക്കും. ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ, ഞാൻ പറയും, ഇപ്പം മരുന്ന് കടയിൽ ഇരിക്കണ പോലെ ഒരു കടയിൽ കസ്റ്റമറിനടുത്ത് ചെയ്യരുത്. മരുന്ന് കടയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്,
മരുന്ന് കടയിൽ നോട്ടീസായിട്ട് ഒന്ന് ചീട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇതിന്റെ വേറൊരു സാധനമുണ്ട്, സൂപ്പർ സാധനം, നല്ല ഫ്ലേവറാന്ന് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഡോക്ടർ കൊടുത്തേക്കുള്ള സാധനം കൊടുക്കാൻ പറ്റത്തുള്ളൂ, അത് വേറെ ഒന്നുമില്ല. ഇപ്പൊ കസ്റ്റമർ വന്നിട്ട് ഒരു സാമ്പാർ കിട്ടി സാമ്പാറിന്റെ അടുത്ത് ഞാൻ പറയും അവര് പറഞ്ഞ ചെല്ലിയാനല്ല നിന്റെ ശമ്പളം കൊടുത്തിരിക്കണത്, നീ പറയണ സാധനം കൊടുക്കാൻ വേണ്ടി നിന്നെ എടുത്തേക്കണേ. അങ്ങനെയുള്ള വേണ്ടേ? ഏതൊരു സ്ഥലത്തായാലും അങ്ങനെയല്ലേ വേണ്ടേ? അല്ലാതെ ഈ പറഞ്ഞ പോലെ അവരെന്ത് പറയുന്നു അവര് പറഞ്ഞല്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സെല്ല് ചെയ്യണം. അവിടെയാണ് നമ്മുടെ കഴിവിരിക്കണേ. അതിന് ഇൻസെന്റീവ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് നല്ല ഇത് ചെയ്ത് കഴിഞ്ഞാല് ഞായറാഴ്ച ദിവസം ലുലുമാളിൽ ടിക്കറ്റോ അടക്കം സിനിമ പിള്ളേരെ വിടുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ഇവരിൽ നിന്നും ഈ സംഭവങ്ങൾ. അപ്പൊ കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നല്ല രീതിയിൽ നല്ല സർവീസ് കൊടുത്താൽ, അത്യാവശ്യം ഫുഡിന് കംപ്ലൈന്റ് ആണെങ്കിൽ പോലും അവരത് കെയർ ചെയ്യില്ല. നല്ല സർവീസ് കൊടുത്താൽ, സർവീസ് മോശമാണെങ്കിൽ നല്ല ഫുഡ് കൊടുത്താലും അവിടെ കംപ്ലൈന്റ് വരും. അത് റെസ്റ്റോറൻറ്റ് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. അത് എല്ലാത്തിനും ആഫ്റ്റർ സർവീസ് ഒക്കെ ഏത് കമ്പനിയുടെ ഭാഗമാണ്. സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് ബിസിനസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബിസിനസ് ABC 3 ക്ലാസ് ഉണ്ട്. ഒന്ന് റിച്ച് കാറ്റഗറി, B മിഡിൽ ക്ലാസ് കാറ്റഗറി, അതായത് ഒരു 60,000 to 20,000 ഇടയിൽ വരുന്ന ആൾക്കാർ. C കാറ്റഗറി ലോ ബഡ്ജറ്റ് കാറ്റഗറി, പൊറോട്ടയും ചാറും എന്ന് പറയുന്ന പോലെ ആ ഒരു കാറ്റഗറി. അങ്ങനെ പല കാറ്റഗറി ഉണ്ട് ആൾക്കാർ. ഈവൻ കാർ ഇറങ്ങുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാർ ഓൾട്ടോ, അതിന് കുറച്ചുകൂടി മിഡിൽ ക്ലാസ്സുകാർക്ക് ഒരു I20 അല്ലെങ്കിൽ സ്വിഫ്റ്റ്, അതിന് തൊട്ട് മേലെ പ്രസ, അതിനുള്ള കുറച്ചുകൂടി പ്രീമിയം, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണോ, നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ഏത് ടൈപ്പ് കസ്റ്റമറെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. മൈസൂർ ഇഡ്ഡലി ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്തത്? ആ ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ കാറ്റഗറി പറഞ്ഞില്ലേ, ഇപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് മൃണാൽ. അതെ, ഹംഗ്രി മൃണാൽ. പുള്ളിയുടെ മാർക്കറ്റിംഗ് ആൻഡ് രീതിയെ പറ്റി ആസ് എ റെസ്റ്റോറൻറ്റ് ഓണർ ചേട്ടൻ എന്താണ് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്? ലൈക്ക് അതൊരു പോസിറ്റീവ്, അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണോ? ലൈക്ക് മൃണാളിന്റെ ഒന്നും ഞാൻ അവിടെ പോയിട്ടില്ല. ഓക്കെ. പിന്നെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ആവശ്യമുള്ളത് അവിടെ ചെന്ന് കഴിച്ചാൽ മതി. പുള്ളി നിർബന്ധിക്കണില്ല ആരും വന്ന് കഴിക്കാനായിട്ട്. ഒരു ചോറും ഒരു തൈരും ഒരു കൂട്ടാനും മാത്രം കഴിക്കണമെന്ന് അത് കഴിച്ചിട്ട് പോയാൽ പോരെ. ഒരു മീൽസ് കഴിക്കണം ഒരാൾക്ക്. ഒരു ഹോട്ടലിൽ പോയിട്ട് ഞാനിപ്പോൾ ഒരു 150 രൂപ കൊടുത്തൊരു മീൽസ് കഴിക്കുക. AC റെസ്റ്റോറൻറ്റിലാണ് ഞാനിരുന്ന് കഴിക്കണേ. അത്യാവശ്യം ഹൈജീനിക്കും ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഒരു നല്ല മീൽസ് ഞാനും വൈഫും കൂടി ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 150 വരും, അല്ലെങ്കിൽ 125, 130 രൂപ വരും ഒരു വെജ് മീല് ഞാൻ കഴിക്കണമെങ്കിൽ. അതിനകത്ത് 1-2 ഐറ്റം ഞാൻ കഴിക്കില്ല. എനിക്കിഷ്ടമുള്ള സാമ്പാർ 2 പച്ചടിയും കിച്ചടിയും മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പം അതിന് മാത്രം ഞാൻ പൈസ കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന എനിക്ക് അത് ഓക്കെയാണ്. പക്ഷെ 60 രൂപക്ക് കംപ്ലീറ്റ് മീലും കിട്ടും. ആ എല്ലാ മീലും കൂട്ടി കഴിക്കുന്ന അവനെ വെച്ച് നോക്കുമ്പോൾ അവന് നഷ്ടമാണ്. അപ്പൊ ആർക്കാണത് ആകുന്നതെന്നുള്ളത് കസ്റ്റമർ തീരുമാനിക്കണം. ഇപ്പൊ എന്റെ കടയിൽ ഏത് കാറ്റഗറി ആൾക്കാരെ വരുന്നതെന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെയുള്ളവർ വന്നാൽ മതി. അങ്ങനെയുള്ള ഫുഡ് എവിടെ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ ആ ഫുഡ് ഇപ്പൊ ഒരു 90 റുപ്പീസാണ് ഒരു പൊടി ബട്ടർ ഇഡ്ഡലി, സിംഗിൾ പൊടി ബട്ടർ ഇഡ്ഡലി. ഒരു സെറ്റ് ആകുമ്പോൾ 180. അത് ഡെയിലി അഫോർഡബിൾ ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഡെയിലി വന്ന് ഇഡ്ഡലി രാവിലെ കഴിക്കാറുള്ള ആൾക്കാരുണ്ട്. അവര് വൈകിട്ടും ചെന്നൈ പട്ടൂർ കഴിക്കാറുണ്ട്. അല്ല ഉച്ചക്ക് ഈ 4-5 മണി ആകുമ്പോഴേക്കും വന്ന് സാൻഡ്വിച്ച് കഴിക്കാറുണ്ട്. ഒരു ദിവസം ഒരു 600 to 700 എൻ്റെ കടയിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അത് വീക്കിലി ചിലപ്പോൾ 4-5 വട്ടം വരും, ചിലപ്പോൾ 2 വട്ടേ വരുള്ളൂ. ബട്ട് മെജോറിറ്റി അവരോട് വരാറുണ്ട്. അതൊരു സാധാരണക്കാരന് പറ്റുമോ? പറ്റില്ല. പക്ഷെ ഒരു മിഡിൽ ക്ലാസ്സുകാരന് വീക്കിലി 1 or 2 ഫാമിലി ആയിട്ട് വന്നിട്ട് നല്ല ക്വാളിറ്റി ഭക്ഷണം കഴിക്കണം, ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഇല്ലാത്ത ശുദ്ധമായ ഭക്ഷണം കഴിക്കണം, അതിന് പറ്റും. അപ്പം അത് അവരാണ് ചിന്തിക്കുന്നത്. എൻ്റെ കടയിൽ വന്ന് ഭക്ഷണം ആര് കഴിക്കണം നമ്മൾ ചിന്തിക്കുന്നു. ഓക്കെ, എഫോർട്ടബിൾ അല്ലാതെ ഒരാൾക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല, കഴിക്കില്ല. മൃണാളുടെ കടയിൽ ആര് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് മൃണാൾ ചിന്തിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയുള്ള ആൾക്കാരാണ് മൃണാൾ കാണുന്നത്, അങ്ങനെയുള്ളവർക്ക് അത് ഓക്കെ അല്ലേ? അങ്ങനെയുള്ളവർ പോയാൽ പോലെ അവിടെ
അല്ലെ? അങ്ങനെയുള്ളൊരു പോണുണ്ടല്ലോ ആ പ്രസ്ഥാനം ഇന്ന് ഇവിടെ നിൽക്കണേ. ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനം പൂട്ടി പോകില്ലേ? ഇന്നും ഒരാള് ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ ഇൻവെസ്റ്റേഴ്സിന്. എന്തുകൊണ്ടാ? സക്സസ് ആണ്. ആ കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ആ കടയിൽ പോലും പോകാതെ അവിടുത്തെ ഫുഡും കഴിക്കാതെ ചുമ്മാ മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കിയിട്ട് എന്നാ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇവന് ഇത്തിരി ചാടക്കൂട, ഇവന്റെ വൈഫും കൂടി മറ്റേ സെക്യൂരിറ്റി വരെ ചീത്ത പറയുന്ന വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് നെഗറ്റീവ് ഇടുന്നവരോട് പറഞ്ഞ കാര്യമുണ്ട്. ആദ്യം അവിടെ പോയത് എക്സ്പീരിയൻസ് ചെയ്യും. നമുക്ക് പറ്റിയതാണോ? വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ എനിക്ക് 150 രൂപ കൊടുത്തിട്ട് ബിരിയാണി കഴിക്കാൻ താല്പര്യമില്ല, ഒരു മുട്ടക്ക് എക്സ്ട്രാ പൈസ ഉണ്ട് ഒന്നും എനിക്ക് താല്പര്യം. നീ കഴിക്കണ്ട, നീ വിളിച്ചോ, ആരെങ്കിലും വിളിച്ചോ പുള്ളിനെ. പുള്ളി വന്ന് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതെന്നല്ല, ഏത് ടൈപ്പ് സാധാരണക്കാരാണെന്ന് നമ്മൾ എത്തിച്ച പോരെ. എനിക്ക് ആ ബിരിയാണി ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇത്ര രൂപ ഉള്ളൂ, എനിക്ക് വിശക്കുണ്ട്, ഈ സമയത്ത് ഇത്ര രൂപക്ക് എവിടെ ഫുഡ് കിട്ടും? ഒരാളുടെ അവിടെ തൈരും ചോറും കിട്ടും, 40 രൂപ ഉള്ളൂ. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് കഴിച്ചപ്പോരെ. അതും നല്ല ക്വാളിറ്റി ഉള്ള റെസ്റ്റോറൻറ്റിൽ AC ഇരുന്ന് നല്ല ഹൈജീനിക് ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിക്കാം. ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിലായി. അത് പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. എൻഡ് എന്താണ്? പെട്ടിയിൽ പൈസ വീണോ ഇല്ലെന്നുള്ളതാണല്ലോ നമ്മൾ നോക്കണ ബിസിനസ്സിൽ. ആ ഒരു റെസ്റ്റോറൻറ്റ് സക്സസ്ഫുൾ അല്ലേ? സക്സസ്ഫുൾ ആണ്. ആ റെസ്റ്റോറൻറ്റ് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് പുള്ളി അടുത്ത ബിസിനസ് നോക്കണേ. പുള്ളിയുടെ വേ ഓഫ് മാർക്കറ്റിംഗ്. എൻ്റെ വേ ഓഫ് മാർക്കറ്റിംഗ് വേറെയാണ്. എൻ്റെ വേ ഓഫ് മാർക്കറ്റിംഗ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കുക. നമുക്ക് ഇതില്ല, ഈസ്റ്റ്, ബേക്കിംഗ് പൗഡർ, കുക്കിംഗ് സോഡ, അങ്ങനെ യാതൊരു സംഭവമില്ല. ഫ്രീസറില്ല, ഫ്രഷ് ഫുഡാണ് കൊടുക്കണേ. 12 മണിക്ക് ക്ലോസ് ചെയ്താൽ പിന്നെ വൈകിട്ട് 5 മണിക്ക് കിടക്കുന്നത് കംപ്ലീറ്റ്ലി ഫ്രഷാണ്. പഴയ ഒരു സാധനം പോലും ഇല്ല. അപ്പം മാക്സിമം എൻ്റെ കടയിലുള്ളത് 5 മണിക്കൂർ ഇരിക്കുന്ന സാമ്പാറായിരിക്കും, തീർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മാവ്. അല്ലാതെ വേറൊരു സാധനവും 5 മണിക്കൂർ ഇരിക്കുന്നില്ല. ചട്നി അല്ല പ്രശ്നം. അപ്പം അതെൻ്റെ വേ ഓഫ് മാർക്കറ്റിംഗ് ആണ്. എൻ്റെ ആവശ്യമാണ്, എനിക്ക് ഇങ്ങനെ മതി എന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് ഓക്കെ, എനിക്ക് അങ്ങനത്തെ കസ്റ്റമർ മതി. ഇപ്പൊ കുട്ടി ദോശക്ക് എൻ്റെ കടയിൽ 80 രൂപയാണ്, 3 കുട്ടി ദോശ കൊടുക്കും 80 രൂപ. അപ്പൊ ഈ സെയിം സാധനം തന്നെ തൊട്ടപ്പുറത്ത് 30 രൂപക്ക് 3 കിട്ടുമെന്ന് പറയുന്ന ആൾ ഞാൻ എന്താ പറയണ്ടേ? അത് ഈ സെയിം സാധനമാണോ? അല്ല, അത് ഈ സെയിം സാധനമല്ല. കാരണം അതെന്താണെന്ന് എനിക്കറിയാം, അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയാം. കാരണം അപ്പുറത്ത് തട്ടടയിൽ കിട്ടുന്ന സാധനത്തിന്റെ ക്വാളിറ്റി എനിക്കറിയാം. അപ്പൊ അതുപോലെ നെഗറ്റീവ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കൊരു കോമ്പറ്റീറ്റർ വരുമ്പോഴാണോ നമ്മൾ ഇതാണ്. ഇഡലിക്കട ഞാൻ മാത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്നെ ചീത്ത വിളിച്ച് ഇത്ര പേരുണ്ട്. എന്നെ ഒരു ഇഡലിക്ക് 80 രൂപ അവൻ എന്ന് പറഞ്ഞ് എത്ര എന്നെ ചീത്ത വിളിക്കാതെ വളരെ കുറച്ച് പേരുള്ള ഒരുപാട് കത്തുതാക്കളെ കേട്ടൊക്കെയാണ് ഞാൻ. എന്റെ ക്വാളിറ്റി അങ്ങനെ ഇഡ്ഡലി കൊടുക്കുന്നത് അത്രയും പൈസ എനിക്കാവും.